ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ആവാതെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ദിവസങ്ങളിലായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ, പി എസ് സി ചോദിച്ച കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ മലയാളം ചോദ്യങ്ങൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, നമുക്ക് വേറൊരു ക്ലാസ്സുകളിലായിട്ട് തീർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മലയാളം കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലീറ്റ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ടായിരിക്കും കേട്ടോ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പി എസ് സി ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കായിട്ടും ഒരു റിവിഷൻ പോലെയൊക്കെ നമ്മൾ SCERT NCERT സിലബസ് ബേസ്ഡ് ആയിട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ത്യ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെ ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. SCERT, പുതിയ SCERT, പഴയ SCERT പ്ലസ് NCERT കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള ഇതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് കുറേയൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ചെയ്യാത്തത് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം എന്താണ്? ബ്ലൂ ബ്ലഡ്. ഏതാ വരിക ആൻസർ? ബ്ലൂ ബ്ലഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ആൻ അരിസ്റ്റോക്രാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡ് നോൺ യു വെയർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡേഷ് യു. if ക്ലോസ് ആണ് അല്ലേ. ഇഫ് ഐ ഹാഡ് നോൺ യു, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് എന്തായിരിക്കും? ഐ ഡേഷ് യു. ആൻസർ ഓപ്ഷൻ സി ആണ്, വുഡ് ഹാവ് വിസിറ്റഡ്. വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കണം അല്ലേ. വുഡ് ഹാവ് വിസിറ്റഡ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ എം പ്രൗഡ്. ദിസ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ എം പ്രൗഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓഫ് വിച്ച്. This is an achievement of which I am proud. Report the following sentence. Don't touch me, he said to her. Don't touch me. Answer option C ആണ്, he told her not to touch him. He told her not to touch him. Next question. The thunder gradually dash and it is rumbling is heard far away beyond the village. The thunder gradually dash and it is rumbling is heard far away beyond the village. Answer option B ആണ്, abates. The thunder gradually abates. Next question. Identify the antonym of the underlined word. The company made an enormous profit last year. എനോർമസിൻ്റെ ആൻറ്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിമിനുറ്റീവ്. എന്താണ്? ഡിമിനുറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ അഫിർമേറ്റീവ് സെൻറ്റൻസ്. ആൻസർ ഓപ്ഷൻ സി, ദ ബോയ്സ് do daring task. The boys do daring tasks. Next question. Nobody knows the answer. ക്വസ്റ്റ്യൻ ടേക്ക് ആണ്, നോബഡി ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നോബഡി എന്ന് വെച്ചാൽ അതെന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണ് എഴുതേണ്ടത്. ഇവിടെ നോസ് എന്നാണ്. ഇവിടെ നമുക്ക് നോസിന് നമുക്ക് എന്ത് എഴുതാം? ഡസ് എന്നും എഴുതാം അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡു ദേ എന്നാണ്. ഡു ദേ.
നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റീവ് വേർഡ്. സൈമൾട്ടേനിയസ് ആണ് തന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് സൈമൾട്ടേനിയസ്. സൈമൾട്ടേനിയസ്. എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ് ആസ്ട്രോണമർ. ആസ്ട്രോണമർ. The treasure was buried dash an old oak tree. The treasure was buried. Answer ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി beneath an old oak tree. Few people understood. Few people understood. Question tag ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിഡ് ദേ എന്നാണ് വരാം. ഫ്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവ് വേർഡ് ആണ്. അപ്പോൾ ഡിഡ് ദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ നമുക്ക് വന്നിരിക്കുന്നത്. V2 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഡ് എന്ന് കൊടുക്കണം. നെക്സ്റ്റ്. ഹി ഡേഷ് ദ ഡോക്യുമെൻറ്റ്സ് ബിഫോർ സൈനിങ്. ഹി ഡേഷ് ദ ഡോക്യുമെൻറ്റ്സ് ബിഫോർ സൈനിങ്. ആൻസർ ഓപ്ഷൻ എ ലുക്ക്ഡ് ഓവർ ദ ഡോക്യുമെൻറ്റ്സ് before signing. Looked over the documents before signing. He made a dash talking to his friend loudly during the ceremony. He made a dash talking to his friend loudly during the ceremony. Answer option B ആണ് fox pose. He made a fox pose. Next, the teacher made them write an essay can be reframed as. The teacher made them write an essay can be reframed as. എങ്ങനെ എഴുതാം നമുക്ക്? ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. They were made to write an essay. They were made to write an essay. Next, between you and dash this plan might fail. Between you and dash this plan might fail. ആൻസർ ഓപ്ഷൻ സി ആണ് me. Between you and me, this plan might fail. Next, you dash understood it better if you had listened carefully. If you had listened. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ അല്ലേ. ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരണം? വുഡ് ഹാവ് എന്ന് വരണം. ആൻസർ ഓപ്ഷൻ എ ആണ്. വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ മീ കെയർഫുള്ളി. നെക്സ്റ്റ്. He bought dash toy for his son. He bought dash toy for his son. Answer option C ആണ്. A UFO toy for his son. A UFO. A UFO. യുക്ക് ഫ്രണ്ടിൽ കൊടുക്കണം, എ എന്ന് കൊടുക്കണം. അത് തന്നെയാണ് അവിടെ തെറ്റി വരുന്നത്. എനും ദിയൊക്കെ ദായൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bikers had a moonlit dash by the river side. The bikers had a moonlit dash by the river side. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്പെല്ലിംഗ് ആണ് ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. റെൻഡേസ് വസ് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കാം. RENDE ആണ്. RENDE. ZBOUS. ZBOUS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് ഡിസൈനർ ഡ്രസ്സ് കോസ്റ്റ് ഹെയർ ആൻ ആം ആൻഡ് ലെഗ്. ആൻ ആം ആൻഡ് ലെഗ് മീൻസ് എന്താണ്? ആൻ ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ എന്താണ് വരാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. കോസ്റ്റ്ലി ആയിരിക്കണം അല്ലേ. അപ്പോൾ ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. ഇവിടെ നമ്മൾ ലുക്ക്ഡ് ഓവർ പറഞ്ഞല്ലോ അല്ലേ. ലുക്ക്ഡ് ഓവർ എന്ന് പറയുന്നത് നമ്മൾ അത് എന്താണ് ഡോക്യുമെൻറ്റ്സ് നോക്കി തിരഞ്ഞ് നോക്കി എന്നാണ് മീനിങ് വരുന്നത്. അതുപോലെ തന്നെ ഫോക്സ് പോസ്. ഫോക്സ് പോസ് എന്ന് വെച്ചാൽ ഒരു അബദ്ധം കാണിച്ചു എന്നൊക്കെ പറയില്ലേ. ഒരു സാമൂഹിക അബദ്ധം കാണിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമാകുന്ന രീതിയിൽ അറിയാതെ ഒരു പെരുമാറ്റദോഷം സംഭവിച്ചു എന്നൊക്കെ അർത്ഥമാണ് ഈ ഫോക്സ് പോസിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The weather was extremely hot. Dash the match was not cancelled.
ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് ആണ് കേട്ടോ, അത് എക്സ്ട്രീംലി ബാഡ്. ഡേഷ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, നെവർത്തിലെസ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്, അതാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ്, അതായത് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. എന്നിരുന്നാലും മത്സരം ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്നിരുന്നാലും എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നത് എന്താണ്, നെവർത്തിലെസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സെൻറ്റൻസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈച്ചും എവരിയും വന്നിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ. ഈച്ച് വരാണ് അല്ലെങ്കിൽ എവരി വരാണ് ഒരു ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്യുന്നത് ആൻഡ് എന്ന് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചേർക്കണം, ഹേവ് എന്നല്ല ചേർക്കേണ്ടത്, എന്താണ് ഹാസ് എന്ന് വേണം ചേർക്കുന്നതിനായിട്ട് അല്ലേ. ഹേവ് അല്ല ചേർക്കേണ്ടത്, അവിടെ എന്താണ് സിംഗുലറാണ് ചേർക്കേണ്ടത് അല്ലേ, ഹേസ് ആണ് ചേർക്കേണ്ടത്. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സ് എന്നാണ്. രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സ്, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോക്കും ഏതാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഏതാ എടുക്കുക, വേർഡ് വില്ലല്ല എടുക്കുക അല്ലേ, വില്ലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. പിന്നെന്താണ് ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. ഇവിടെ നമുക്ക് നോട്ടൊന്നും തന്നിട്ടില്ല, അപ്പോൾ നോട്ട് തന്നിട്ടില്ലാത്ത കാരണം നമുക്ക് നോട്ട് ചേർക്കണം. അപ്പോൾ നമുക്ക് വില്ലിൻ്റെ നിന്ന് എന്തായാലും ചേർക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ എന്താക്കണം, വോണ്ട് നാക്കണം. അതുപോലെ തന്നെ രാധിക എന്ന് പറയുമ്പോൾ ഷീ ആണ് കൊടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, വോണ്ട് ഷീ ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഡേഷ് എ മന്ത്. വിശാലിൻ്റെ ഫാദർ എന്താണ് അബ്രോഡിലേക്ക് പോകുന്നുണ്ട് അല്ലേ. എത്ര മന്തിനുള്ളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻ മന്ത് എന്നാണോ, 4 മന്ത് എന്നാണോ, അറ്റ് മന്ത് എന്നാണോ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം, 4 മന്ത് എന്നാണ് വരാം, 4 മന്ത് എന്നാണ് വരുന്നത്. അതായത് അബ്രോഡിലേക്ക് പോകുന്നത് കുറച്ച് നാളത്തേക്കാണ്, അതായത് 4 മന്ത് എന്നാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാകേഷ് ഡേഷ് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡോക്ടർ, ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമാറോ. രാകേഷ് ഡേഷ് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡോക്ടർ, അപ്പോൾ ഏതാ വരാ, ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. രാകേഷ് ഹാസ് മെയ്ഡ് എൻ അപ്പോയിൻമെൻറ്റ് അല്ലേ, രാകേഷ് ഹാസ് മെയ്ഡ് എൻ അപ്പോയിൻമെൻറ്റ്. അതായത് നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാസ് മെയ്ഡ് എന്നാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആൻറ്റോണിയം ഓഫ് ഒപ്റ്റിമിസം? ഒപ്റ്റിമിസത്തിൻ്റെ ആൻറ്റോണിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പെസ്സിമിസം ആണ് വരിക, പെസ്സിമിസം എന്നാണ് വരുന്നത്. അതായത് നമ്മൾ ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കുന്നതിനെയാണ് പറയുക. നേരെ മറിച്ച് എന്താണ് പെസ്സിമിസം എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് നോക്കുക, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെസ്സിമിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following idiomatic expression has the meaning to reveal the secret? റിവീൽ ദ സീക്രറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? ഇതാണ് ഓപ്ഷൻ എ അല്ലേ വരാ, ടു സ്പിൽ ദ ബീൻസ് എന്നാണ് വരാ അല്ലേ, ടു സ്പിൽ ദ ബീൻസ് എന്നാണ് വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. അക്കോമഡേഷൻ ആണ് തന്നിരിക്കുന്നത്. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ 2 സി ഉണ്ട്, അതുപോലെ തന്നെ 2 എമ്മോ ഉണ്ട്, 2 ഒയും ഉണ്ട് അല്ലേ. ACCOMMODATION, എക്കോമഡേഷൻ, എക്കോമഡേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ ഡാഷ് ദ സ്റ്റേഷൻ. ദ ട്രെയിൻ ഡാഷ് ദ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാ വരാ, കോളറ്റ് എന്നാണ് വരാ അല്ലേ, കോളറ്റ് എന്നാണ് വരാ. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ കോളറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റോപ്പ് അല്ലേ, ഒരു പ്ലേസിൽ സ്റ്റോപ്പ് ചെയ്തെന്നുള്ള ഒരു ആൻസറാണ് വരാ അല്ലേ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് ഇപ്പോൾ ഒരു സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ചെയ്തെന്ന് പറയില്ലേ, ട്രെയിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, അതാണ് അവിടെ മീനിങ് വരുന്നത്. നെക്സ്റ്റ്, വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എപ്പിക്കൂവർ. വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഓപ്ഷൻ ഡി, എപ്പിക്കൂവർ. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ് ബൈ യൂസിങ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹി ഹാസ് ഗിവൺ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിലേക്ക്, അതായത് പാസീവ് വോയിസ്, ആക്റ്റീവിൽ നിന്നും പാസീവ് വോയിസിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലേ. ആൻസർ ഏതാ വരാ? ഓപ്ഷൻ സി അല്ലേ വരാ? ഐ ഹാവ് ബീൻ ഗീവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം എന്നാണ് വരാ. ഹി ഹാസ് ഗീവൺ മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്നാണ്. ഇവിടെ മീ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഇവിടെ മീ എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ മീ എന്നുള്ളതായിട്ട് എന്തായിട്ട് മാറണം? ഐ ആയിട്ട് മാറണം. മീ എന്നുള്ളത് ഐ ആയിട്ട് മാറണം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെന്ന് വരണം ഇവിടെ? ഐ ഹാവ് ബീൻ ഗീവൺ എന്ന് വരണം അല്ലേ. ടെൻസിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഐ ഹാവ് ബീൻ ഗീവൺ അല്ലേ, അങ്ങനെയാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റി വേർഡ് അല്ലേ. സ്പെൽറ്റി വേർഡ്, അതായത് എൻട്രപ്രണറിനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എൻട്രപ്രണർ. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ എൻ്റർ എന്നുള്ളത് അറിയാലോ. എൻ്റർ എന്ന് പറയുമ്പോൾ ENTRE ആണ്. പിന്നെ പ്രണർ, PRENEUR. അപ്പോൾ ആദ്യം തന്നെ എൻ്റർ ചെയ്തു. പിന്നെ എന്താണ്? പ്രണർ അല്ലേ, PRENEUR. ENTRE ആണ്. പിന്നെ PRENEUR എന്നാണ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ERഉം ഉണ്ടായിരിക്കും, RE ഉണ്ടായിരിക്കും. അപ്പോൾ RE പഠിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ എന്ത് പഠിക്കാം? എൻഡ് റീപ്രണർ എന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? എൻഡ് കഴിഞ്ഞിട്ട് പിന്നെ റീപ്രണർ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് കിട്ടും അല്ലേ. എൻഡ് പിന്നെ റീപ്രണർ. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ്. നെയ്തർ മൈ ഫ്രണ്ട് നോർ മൈ വെൽ വിഷേഴ്സ്. നെയ്തർ മൈ ഫ്രണ്ട് നോർ മൈ വെൽ വിഷേഴ്സ്. നെക്സ്റ്റ് എന്താ വരാം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാവ് സെൻഡ് മീ പ്ലസൻട്രീസ് എന്നാണ് വരാം. ഹാവ് സെൻഡ് മീ പ്ലസൻട്രീസ് എന്നാണ് വരാം. ഹേവ് ആണോ ഈസ് ആണോ എന്നൊക്കെയാണ് ഡൗട്ട് വരാം അല്ലേ ഇവിടെ. കാരണം ഇവിടെ നമുക്ക് നെയ്തറും നോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്തറും നോറിന് ശേഷമുള്ള സബ്ജക്റ്റിന് അനുസരിച്ചാണ് ഇവിടെ വെർബ് ഉപയോഗിക്കേണ്ടത്. നെയ്തറും നോറും നോക്കിയപ്പോൾ അതിനുശേഷം നമുക്ക് വെൽ വിഷേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെൽ വിഷേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഹാവ് എന്നായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അതിനാൽ തന്നെ ഇവിടെ എന്താണ്? പ്ലൂറൽ വെർബായിട്ടുള്ള ഹേവ് വന്നു. മനസ്സിലായല്ലോ? വെൽ വിഷേഴ്സ്. അപ്പോൾ നെയ്തറും നോറൊക്കെ നമ്മൾ സബ്ജക്റ്റ് കണ്ടീഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നെയ്തറും നോറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ ഏതാണ് സബ്ജക്റ്റ് വരുന്നത് അത് നോക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് അത് നോക്കിയിട്ടാണ് സിംഗുലറാണോ പ്ലൂറലാണോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ വെൽ വിഷേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ ഹേവ് എന്നുള്ളത് കൊടുത്തു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്. ഇവിടെ ഹി ഈസ് എൽഡർ ദാൻ രാജു, ഹി ഈസ് ഓൾഡർ ടു രാജു എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലെ, ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ പഠിക്കുന്നതാണ്. നമുക്കറിയാം ദേനാണ് കൂടുതലും എന്തിൽ വരുന്നത്? ഏത് ഡിഗ്രിയിൽ വരുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹീസ് എൽഡർ ടു രാജു എന്നാണ് ഇവിടെ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് യോംബ് മീൻസ്. യോംബ് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടു മാർച്ച് ലബോറിയസ്ലി. അതായത് നമ്മൾ ഭാരമേറിയ സാധനങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് ദീർഘദൂരം നടക്കാമെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ മാർച്ച് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ യോംബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. കൂടുതലായിട്ട് സൈനികരാണ് ഇത് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈനികർ ആണ് കൂടുതൽ സൈനികരുമായി ബന്ധപ്പെട്ട ഒരു പദാന്ന് പറയാം അല്ലേ. അപ്പോൾ ടു മാർച്ച് ലബോറിയസ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ യോംബ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. യോംബ് എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടേറിയിട്ട് ഈ ചുമടൊക്കെ ചുമന്നിട്ട് കുറേ ദൂരം സഞ്ചരിക്കുക, അതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോറിൻ ടേം ഷാൻഡൻ ഫ്രൂട്ട് മീൻസ്.
കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലഷർ ഫ്രം അനദേഴ്സ് മിസ്ഫോർച്യൂൺ. എന്താണ് പ്ലഷർ ഫ്രം അനദർ മിസ്ഫോർച്യൂൺ? എന്താ പറയുന്നത്? മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടിലോ പരാജയത്തിലോ ദുരന്തത്തിലോ ഒരാൾക്ക് തോന്നുന്ന ഒരു സന്തോഷത്തെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലഷർ ഫ്രം അനദേഴ്സ് മിസ്ഫോർച്യൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിയം ഫോർ ദ വേർഡ് പെർസെവറൻസ് ഈസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോഗ്ഡ്നെസ്. അതായത് നമ്മൾ ലക്ഷ്യം നേടാനായിട്ട് വിട്ടുകൊടുക്കാതെ നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഡ്രൈവ് സ്ലോവിലി ലെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, യു ഷുഡ് മീറ്റ് വിത്ത് ആക്സിഡൻസ്. എന്താ പറയുന്നത്? അതായത് നമ്മൾ പതുക്കനെ വണ്ടി ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആക്സിഡൻറ്റ് സംഭവിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡോങ്കീസ് ഇയേഴ്സ് മീൻസ്. ഡോങ്കീസ് ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരുന്നത്? ആൻസർ ഓപ്ഷൻ സി അല്ലേ, എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നാണ്. അതായത് കൂടുതൽ കാലയളവ് അല്ലേ, കൂടുതൽ നീണ്ട വർഷങ്ങൾ എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഐ എം നോട്ട് എ സ്പെസിഫിക്. ഇവിടെ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഐ എം നോട്ട് എ സ്പെസിഫിക് അല്ല കേട്ടോ, സ്കെപ്റ്റിക് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റൻസിലുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുമെന്ന് കൊടുക്കരുത്, നോട്ട് വേണ്ട അല്ലേ. പോസിറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. ഇനി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എം ഐ ആണ് വരാം അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, എം ഐ എന്നാണ് വരാം. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഗീവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ് എവരിവെയർ. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ്. ആൻസർ ഏതാ വരാം? ഓപ്ഷൻ എ ആണ് അല്ലേ, സെർച്ച്ഡ് ഫോർ ദ റിംഗ് എവരിവെയർ എന്നാണ്. അതായത് എന്തിനെങ്കിലും വേണ്ടി തിരയാണെന്ന ഒരു അർത്ഥത്തിൽ എവരിവെയർ. ഹി സെർച്ച്ഡ് ഫോർ ദ റിംഗ് എവരിവെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗീവൺ ഇൻ ബ്രാക്കറ്റ്സ്. അവർ സ്കൂൾ ടീം ഡാഷ് ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ. അവർ സ്കൂൾ ടീം, അതായത് കഴിഞ്ഞ വർഷം എന്ന് കറക്റ്റായിട്ട് എടുത്ത് ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ കാരണം തന്നെ നമുക്ക് ഇതെന്ന് പറയാം, അവിടെ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏതാണ് വിന്നിൻ്റെ പാസ്റ്റ് ടെൻസ്? ഏതാണ്? വോൺ എന്നാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം. അവർ സ്കൂൾ ടീം വോൺ ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. എന്താണ് വരാം? ക്വസ്റ്റ്യൻ ടാഗ് ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് എന്നാണ്. ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ആർ എന്ന് പറയുമ്പോൾ ഏത് കൊടുക്കണം? ആർന്നാണ് കൊടുക്കുക, വേർന്നാണ് കൊടുക്കുക? ആർ തന്നെയാണ് കൊടുക്കുക അല്ലേ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് ആൻസറിൽ എന്ത് കൊടുക്കണം? നോട്ടും കൊടുക്കണം. പിന്നെ എന്താണ്? ദ ചിൽഡ്രൻ എന്നാണ് വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ദേ എന്ന് കൊടുക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർ ഇൻറ്റു ദേ എന്നാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. പീപ്പിൾ വിൽ സപ്പോർട്ട് എസ്. ഇതാ വരാം, പീപ്പിൾ വിൽ സപ്പോർട്ട് അസ് എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വി അസ് എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അവിടെ അല്ലേ. അപ്പോൾ എന്താണ്? വി എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അസ് എന്നുള്ളത് വി ആയിട്ട് മാറി. പിന്നെ വി വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ. വില്ലിനൊപ്പം നമ്മൾ എന്ത് കൊടുക്കണം? പാസീവ് വോയിസിൽ കൊടുക്കുമ്പോൾ എന്താണ്? ബി എന്നാണ് കൊടുക്കുക അല്ലേ. വില്ലിനൊപ്പോഴും ബി ആണ് എപ്പോഴും വരാം. അപ്പോൾ വി വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ എന്നാണ് വരാം അല്ലേ. വി എന്നുള്ളത് എന്തായി മാറി? അസ് എന്നുള്ളത് വി എന്നായി മാറി. അതുപോലെ തന്നെ വിൽ സപ്പോർട്ട് എന്നുള്ളത് എന്തായിട്ട് മാറി? വിൽ ബി സപ്പോർട്ടഡ് എന്നായി മാറി അല്ലേ. വിൽ ബി സപ്പോർട്ടഡ് എന്നായിട്ട് മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ കാർ ഷീ ഡാഷ് ദ സ്റ്റേഷൻ ഇൻ ടൈം. എന്താ പറഞ്ഞിരിക്കുന്നത്? ടൈം. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എന്നാണ്, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസറിൽ എന്ത് വരണം? വുഡ് ഹാവ് എന്നുള്ളത് വരണം അല്ലേ. വുഡ് ഹാവ് V3 ആണ് വരാം. ആൻസർ ഓപ്ഷൻ എ ആണ്, വുഡ് ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ഇൻ ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ഇപ്പം ഇഫിൻ്റെ ഇഫിൻ്റെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷനാണ് എപ്പോഴും ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻറ്റോണിയം ഓഫ് ദ വേർഡ് റിജിഡ്. റിജിഡിൻ്റെ ആൻറ്റോണിയം ആണ് ചോദിച്ചിരിക്കുന്നത്. റിജിഡിൻ്റെ ആൻറ്റോണിയം എന്താ വരാം? റിജിഡ് എന്ന് പറയുമ്പോൾ
എന്താണ് കട്ടിയുള്ള അല്ലെങ്കിൽ എന്താണ് ഒട്ടും വളയ്ക്കാൻ കഴിയാത്തെന്നൊക്കെ ഒരു അർത്ഥമാണ് എന്തിന് വരാം റിജിഡ് എന്ന് പറയുന്നതിന് വരുന്നത് അല്ലേ. അപ്പോൾ വിപരീത പദം എന്ത് വരണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ. അതെന്താണ്? ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ റിജിഡിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫ്ലെക്സിബിൾ ആണ് വരാം അല്ലേ. ഫ്ലെക്സിബിൾ ആണ് ആൻറ്റോണി വരുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഫേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. മൈ സിസ്റ്റർ ട്രൈസ് ടു ഡാഷ് സം മണി എവരി മന്ത്. ഫേസൽ വെർബ് അല്ലേ. മൈ സിസ്റ്റർ ട്രൈസ് ടു ഡാഷ് സം മണി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാ വരാം? ആൻസർ ഓപ്ഷൻ സി അല്ലേ വരാം. സെറ്റ് അസൈഡ് സം മണി എവരി മന്ത് എന്നാണ് കൊടുക്കേണ്ടത്. അതായത് സെറ്റ് അസൈഡ് എന്ന് വെച്ചാൽ ഭാവിയിൽ ആവശ്യങ്ങൾക്കായിട്ട് പണം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്നൊക്കെ പറയില്ലേ. ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുക. അപ്പോൾ എൻ്റെ സിസ്റ്റർ എപ്പോഴും എന്താണ് ഈ പണം സമ്പാദിച്ച് വിൽക്കാറുണ്ടെന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. സെറ്റ് അസൈഡ് എന്നാണ് വരാം. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് സിനോണിയം ഓഫ് ദ വേർഡ് ഫ്രിവുലസ്. എന്താണ് വരാം? അതായത് ഈ ഫ്രിവുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗൗരവമില്ലാത്ത എന്നാണ്. ഗൗരവമില്ലാത്ത എന്നുള്ള ഒരു വാക്കാണ് വരുന്നത്. സീരിയസ്നെസ് അല്ലാത്ത എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിനോണിയം എന്ന് പറയുമ്പോൾ സില്ലി ആണ് അല്ലേ. ഇത് രണ്ടും എന്താണ്? സെയിം മീനിങ് ആണ് വരാം. ഫ്രിവുലസ്, സില്ലി എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായ എന്നുള്ള അർത്ഥമാണ് വരാം. നെക്സ്റ്റ്, ദ മസ്കുലിൻ ജെൻഡർ ഓഫ് വിച്ച് ഈസ്. വിച്ചിൻ്റെ മസ്കുലിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി അല്ലേ വരാം. ഓപ്ഷൻ ബി ആണ്. വിസാഡ് എന്നാണ് വരാം. വിച്ചിൻ്റെ വിസാഡാണ്. വിച്ച് വിസാഡ്. വിച്ച് എന്ന് വെച്ചാൽ മന്ത്രവാദിനി എന്നാണ് അർത്ഥം വരുന്നത്. അതിൻ്റെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പുല്ലിംഗ രൂപമാണ്. അപ്പോൾ വിസാഡ് മന്ത്രവാദി എന്ന് വരും. മന്ത്രവാദി എന്നും വരും. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ടോക്കിംഗ് എ ലോട്ട്. വൺ ടോക്കിംഗ് എ ലോട്ട്, അതായത് ഒരുപാട് സംസാരിക്കുന്ന ആളെ വിശേഷിപ്പിക്കുന്നത് എന്തെങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരാം അല്ലേ. ലൊക്കേഷ്യസ് എന്നാണ് വരാം. ലൊക്കേഷ്യസ് എന്നാണ് വരാം. ക്ലിയർ ആണല്ലോ. If I had known you were here. ആൻസർ ഓപ്ഷൻ സി ആണ്. ഐ വുഡ് ഹാവ് മെറ്റ് യു. ഐ വുഡ് ഹാവ് മെറ്റ് അല്ലേ. മീറ്റിൻ്റെ V3 ആണ് മെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ വുഡ് നമ്മൾ പറഞ്ഞു ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വുഡ് ഹാവ് മെറ്റ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ അങ്കിൾ ഓഫേർഡ് മീ എ ഗിഫ്റ്റ് ക്യാൻ ബി റിട്ടേൺ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ മീനിങ് ആസ്. മൈ അങ്കിൾ ഓഫേർഡ് മീ എ ഗിഫ്റ്റ്. ഇതിന് നമുക്ക് ചേഞ്ച് ഒന്നും ഇല്ലാതെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മാവൻ എനിക്കൊരു സമ്മാനം വാഗ്ദാനം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. എ ഗിഫ്റ്റ് വാസ് ഓഫേർഡ് ടു മീ ബൈ മൈ അങ്കിൾ അല്ലേ. എ ഗിഫ്റ്റ് വാസ് ഓഫേർഡ് ടു മീ ബൈ മൈ അങ്കിൾ എന്നാണ് പറയുക. കാരണം ഇവിടെ എന്താണ് മീ എന്നുള്ളത് എന്തായിട്ട് മാറും? മീ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ മൈ അങ്കിൾ ഓഫേർഡ് മീ ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം മീ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്നാണ് പറയുന്നത് അല്ലേ. എനിക്ക് ഗിഫ്റ്റ് തന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റുമ്പോൾ എന്തായി? എനിക്ക് എന്നുള്ളതെന്ന് പറയുമ്പോൾ അല്ലേ നോക്കിയാൽ ഈ ഗിഫ്റ്റ് വാസ് ഓഫേർഡ് ടു മീ ബൈ മൈ അങ്കിൾ എന്നായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഐ ഹാവ് വിസിറ്റഡ് സിംഗപ്പൂർ എന്ന് പറയുന്നു. അത് ശരിയാണ് അല്ലേ. ഐ ഹാവ് വിസിറ്റഡ് സിംഗപ്പൂർ. ഐ വിസിറ്റഡ് സിംഗപ്പൂർ ഇൻ 1996. അതും ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? ഐ ഹാവ് സ്റ്റേയിങ് സിംഗപ്പൂർ ഫോർ 10 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കിയേ ഐ ഹാവ് സ്റ്റേയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹാവ് കഴിഞ്ഞാൽ ബീൻ എന്ന് പറയുന്നത് വേണം അല്ലേ. ബീൻ എന്ന് പറയുന്നത് വേണം. ഇവിടെ നമുക്ക് ബീൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ഐ ഹാവ് ബീൻ അങ്ങനെ വരണം. അപ്പോൾ ബീൻ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഇൻ എന്ന് വേണം അല്ലേ. പ്രിപ്പോസിഷനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതും നമുക്ക് തന്നിട്ടില്ല. സ്റ്റേയിങ് സിംഗപ്പൂർ എന്നാണ്. സ്റ്റേയിങ് ഇൻ സിംഗപ്പൂർ എന്ന് അങ്ങനെയൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത് തെറ്റായിട്ട് വന്നു. നെക്സ്റ്റ് നോക്കിയാൽ ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ സിംഗപ്പൂർ സിൻസ് 2010. അത് ശരിയാണ്. ഇവിടെ നമുക്ക് ഐ ഹാവ് കഴിഞ്ഞിട്ട് ബീനും തന്നിട്ടുണ്ട്, ഇൻ സിംഗപ്പൂർ എന്നും തന്നിട്ടുണ്ട്. സിൻസ് നമുക്ക് ഇയർ തന്നിട്ടുള്ള കറക്റ്റ് ഇയർ തന്നിട്ടുള്ള കാരണം സിൻസ് എന്നും കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡെഫിനിഷൻസ് മാച്ചസ് വിത്ത് ദ വേർഡ് ഫഡ്ഡി ഡഡ്ഡി എന്നാണ്?
കറക്റ്റ് അതിൻ്റെ മീനിങ് വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. എ പേഴ്സൺ ഹു ഹാസ് എ ഓൾഡ് ഫാഷൻ ഐഡിയാസ് ആൻഡ് ഹാബിറ്റസ്. എന്താണ് ഫഡ്ഡി ടഡി എന്ന് വെച്ചാൽ? തിരക്കുള്ളവനും യാഥാസ്ഥിതികനും ആയിട്ടുള്ള കാലാഹരണപ്പെട്ടവനുമായിട്ടുള്ള ഒരാളെ വിവരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴയ രീതിയാണ്, അല്ലെങ്കിൽ ഒരു സ്ലാങ് ആണ് എന്ന് പറയുന്നത്. ഫഡ്ഡി ടഡി എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫാഷൻ ഐഡിയാസ് ഉള്ള ഒരാളെയാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, ദ എഡിയം ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടു ഡു ഓർ സേ എക്സാക്ട്ലി ദ റൈറ്റ് എന്നാണ്. ഒരു സാഹചര്യത്തിന്, അതായത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡിൻ്റെ മീനിങ് ആണ്. അതായത് കൃത്യമായിട്ട് ശരിയായത് ചെയ്യുക അല്ലെങ്കിൽ പറയുക, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുക, പറയുക, അത് ശരിയായിട്ടുള്ളത് ചെയ്യുക അല്ലെങ്കിൽ പറയുക എന്ന് പറയുന്നതാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ. ടു ഡു ഓർ സേ എക്സാക്ട്ലി ദ റൈറ്റ്. നെക്സ്റ്റ്, മിസ്റ്റർ രാജു ആസ്ക്ഡ് ഹിസ് ബ്രദർ ഹു ആർ യു ഗസ്റ്റ്. റീറൈറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഹു ആർ യു യുവർ ഗസ്റ്റ് അല്ലേ. ഹു ആർ യുവർ ഗസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. മിസ്റ്റർ രാജു ആസ്ക്ഡ് ഹിസ് ബ്രദർ. ഓക്കെ, ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം ഇവിടെ നമുക്ക് WHO ആണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് WHO എന്ന് വെച്ചാൽ ഹൂ, വാട്ട്, വിച്ച് എന്നൊക്കെ പറയുമ്പോൾ W എന്ന് വരും. അതുപോലെ തന്നെ H എന്ന് പറയുമ്പോൾ ഹൗ മെനി, ഹൗ ലോങ് എന്നൊക്കെ പറയുന്നതാണ് H. അപ്പോൾ ഈ WH വേർഡ്സ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഹൂ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. അവിടെ നമുക്ക് വേറൊരു കണക്റ്റിംഗ് വേർഡ് വരുന്നില്ല. പിന്നെ എന്ത് എഴുതണം? ആർ യുവർ ഗസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുവർ എന്നുള്ളത് എന്തായി മാറും? ഹിസ് എന്നുള്ളതായിട്ട് മാറും അല്ലേ. ഹിസ് ഗസ്റ്റ് വേർ എന്ന് വരും. എന്താണ്? ഹിസ് ഗസ്റ്റ് വേർ എന്ന് വരും. ഹിസ് ഗസ്റ്റ് വേർ എന്നാണ് വരാം. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കുന്നവർ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ആദ്യം പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കാം കേട്ടോ. നെക്സ്റ്റ്, വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് മിസ് സ്പെൽഡ്. ഐഡൻറ്റിഫൈ ദ വേർഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം. ഡി. നൊക്ടേണൽ അല്ലേ. നൊക്ടേണൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. EL എന്നാണ് തന്നിരിക്കുന്നത്. AL ആണ് വരാം. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ബാക്കി ശരിയായിട്ടുള്ളത് നോക്കിയേ. SQUEA മിഷ് അല്ലേ. സ്ക്യൂമിഷ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്പെല്ലിങ് വരണേന്ന് നോക്കാം. സബ് ആൾട്ടേൺ അങ്ങനെ പഠിച്ചിരിക്കുക. സബ് ആൾട്ടേൺ. ഇനി ഹോണോറിഫിക്. നെക്സ്റ്റ്, ആൻറ്റോണിയം ഓഫ് റിപ്പൂഡിയേറ്റ്. റിപ്പൂഡിയേറ്റിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പൂഡിയേറ്റ്. എന്താണ് ആൻസർ വരാം? ഓപ്ഷൻ ബി ആണ് വരിക അല്ലേ. ആക്സെപ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ് ആക്സെപ്റ്റ്? റിപ്പൂഡിയേറ്റ് എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ് സിനെ ഡൈ അല്ലെങ്കിൽ സൈൻ ഡേ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഫോറിൻ വേർഡിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോർ എൻ ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നാണ്. അനിശ്ചിത കാലത്തേക്ക് എന്ന് പറയില്ലേ, ഇൻഡെഫിനിറ്റ് പീരീഡിനെയാണ് സിനെ ഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ ഡേ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഫർണിച്ചർ ഡാഷ് ബ്രോട്ട് ഫ്രം ഇറ്റലി. ഫർണിച്ചർ ഇറ്റലിയിൽ നിന്നും വാങ്ങിച്ചു അല്ലേ. ഇറ്റലിയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരാം? ഓപ്ഷൻ സി ആണ് വരാം അല്ലേ. The furniture was brought from Italy. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find which among the following is meant by the statement he harped on Beethoven's first sonata. Answer option B ആണ്. He went on talking about Beethoven's sonata. Next, correct the following sentence. He discarded all his old furnitures. Answer option A ആണ്. He discarded all his old furniture എന്ന് കൊടുത്താൽ മതി. Next, use the appropriate preposition in the sentence. She hit him dash the face. Answer option C ആണ് വരാ. In the face. Next, complete the sentence correctly. Where is that assistant of? Answer option D ആണ്. Where is that assistant of viewers? Next,
യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഹി ഹാർഡ്ലി സ്പീക്സ് ടു സ്ട്രേഞ്ചേഴ്സ്. ഏതാ വരാ? ഹി ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരാം അല്ലേ? സ്പീക്ക് ഡസ് ആയിട്ട് അല്ലേ? അപ്പോൾ ഡസ് ഹി എന്നാണ് വരാം. നെക്സ്റ്റ്, ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. നെയ്തർ ദ ബ്രദർ നോർ ദ സിസ്റ്റർ ഡാഷ് ദ റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നെയ്തറും നോറും വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാ വരാം? ഓപ്ഷൻ ബി ആണ്, നോസ് എന്നാണ് വരാം അല്ലേ? നോസ് എന്നാണ് വരാം. നെക്സ്റ്റ്, complete the following sentence correctly. I prefer regular classes dash online classes. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 എന്നാണ് വരാം. പ്രിഫറിനൊപ്പം നമുക്ക് കൂടുതലായിട്ട് 2 ആണ്. പ്രിഫർ ജൂനിയറിൻ്റെ ഒപ്പം 2 ആണ് വരാം ഉപയോഗിക്കുക. അപ്പോൾ ഐ പ്രിഫർ റെഗുലർ ക്ലാസ്സസ് ടു ഓൺലൈൻ ക്ലാസ്സസ് എന്നാണ് വരാം. നെക്സ്റ്റ്, ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ആദ്യം തന്നെ എന്നെഴുതി ഡൈ എന്നെഴുതി, അതിനുശേഷം ലെറ്റ് എന്നെഴുതി, അല്ലെങ്കിൽ ലെറ്റേൺ ടി, അതെങ്ങനെ പഠിക്കും? ഡൈ ലെറ്റ് ടാൻഡ് അല്ലേ? ഡൈ ലെറ്റ് ടാൻഡ് അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ നോക്കാം, കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടുന്നതിനായിട്ട്. ഡൈ ലെറ്റ് ടാൻഡ് എന്ന് പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിയം ഫോർ ദ ഓഫ് ദ ഗിവൺ വേർഡ് അലുംന. അലുംനയുടെ ഏതാ വരാം? ആൻറ്റോണിയം ചോദിക്കുകയാണെങ്കിൽ അലുംനസ് ആണ് വരാം കേട്ടോ. നസ് ആണ് വരാം, നസ് അലുംനസ് എന്നാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇഡിയം സ്വാൻ സോങ് റിഫേഴ്സ് ടു. സ്വാൻ സോങ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ സി ആണ്, എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് ആണ് സ്വാൻ സോങ് എന്ന് വെച്ചാൽ എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ അതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിക്കപ്പ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. പ്ലീസ് പാസ് മീ ദ ഷുഗർ. പ്ലീസ് പാസ് മീ ദ ഷുഗർ ഏതാ വരാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിൽ യു എന്നാണ് വരാം അല്ലേ? വിൽ യു എന്നാണ് വരാം. ഇത് സാധാരണയായിട്ടൊരു ഇമ്പരേറ്റീവ് വാക്യമാണ് അല്ലേ? ഇമ്പരേറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പരേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പ്ലീസ് പാസ് മീ ദ ഷുഗർ. അപ്പോൾ നമുക്ക് ആൻസർ കൊടുക്കുന്നത് വിൽ യു എന്നായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. ഇവിടെ നമുക്ക് ജലം, വായു എന്ന് പറയുന്ന ഘടകങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? വാട്ടറും എയറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തതാണ് അല്ലേ? എണ്ണാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിനാൽ തന്നെ എണ്ണാൻ പറ്റാത്ത പദങ്ങൾക്ക് മുമ്പ് നമുക്ക് ദ എന്ന് പറയുന്ന ഒരു വാക്ക് ചേർക്കേണ്ടി വരുന്നില്ല. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ 2 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റത്തെ 2 ഓപ്ഷനും ഡി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ദ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടറും എയറൊന്നും എണ്ണാൻ പറ്റില്ലല്ലോ. അതിനാൽ തന്നെ നമുക്ക് അവിടെ മുമ്പ് ദ എന്നുള്ളത് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വി കെപ്റ്റ് അവർ സെൽസ് എവേ ഫ്രം ദ ക്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിമ്പിൾ സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരു സബ്ജക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രെഡിക്കേറ്റും ഉണ്ട്. മറ്റുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഹെൽപ്ലെസ്, അതുപോലെ തന്നെ എന്താ ഡോക്ടർ അഡ്മിറ്റഡ് ദാറ്റ് ഹീ ഈസ് ഹെൽപ്ലെസ്. അവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് 2 ക്ലോസുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ബി, അതായത് ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുള്ളൂ? ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് വരുന്നതിൽ. അവിടെ അധികം എന്ത് വരുന്നില്ല? ക്ലോസ് വരുന്നില്ല. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് ദ പീപ്പിൾ. ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് ദ പീപ്പിൾ. ഇവിടെ എന്താ വരാം? ആൻസർ ഓപ്ഷൻ ബി ആണ് വരാം, അറ്റ് ദ പീപ്പിൾ എന്നാണ് വരാം. കാരണം എന്താണ്? ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് ആളോട് ഇങ്ങനെ
അല്ലെങ്കിൽ ഒരാളെ ലക്ഷ്യം വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ, ഒരു പോയിന്റിൽ അല്ലേ, എങ്ങനെയല്ല പറയുന്നത്, പോയിന്റ് എന്ന വാക്കിനൊപ്പം നമ്മളെപ്പോഴും എന്താണ് അറ്റ് എന്നാണ് ചേർക്കുക. അപ്പോൾ എന്താണ് പോയിന്റിനൊപ്പം അത് പഠിച്ചു വെച്ചാൽ മതി. പോയിന്റിനൊപ്പം എപ്പോഴും എന്താണ് അറ്റ് എന്നാണ് വരിക, പോയിന്റ് അറ്റ് എന്നാണ് വരിക. നെക്സ്റ്റ് ഷീ ഈസ് മേക്കിംഗ് ടീ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടീ എന്നുള്ളത് ആണ് ആദ്യം വരേണ്ടത് അല്ലേ. അപ്പോൾ ടീ കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, ഈസ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് വെർബ്. അപ്പോൾ ടീ ഈസ് എന്ന് വരും. അപ്പോൾ ഓക്കെ, ടീസ് എന്ന് വന്നു. പിന്നെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ING വന്നിട്ടുണ്ട്. അപ്പോൾ ING വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ബീയിങ് എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ അത് ടീ ഈസ് ബീയിങ്. പിന്നെന്താണ് മേക്ക് എന്നുള്ളത് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും, V3 ഫോം ആയിട്ട് മാറും അല്ലേ. V3 ഫോം ആയിട്ട് എന്ന് പറയുമ്പോൾ മേക്കിൻ്റെ V3 ഫോം എന്താണ്, മെയ്ഡാണ്. അപ്പം മെയ്ഡ് ഷീ എന്നുള്ളത് ബൈ ഹെർ എന്നായി അല്ലേ, മെയ്ഡ് ബൈ ഹെർ, ടീ ഈസ് ബീങ് മെയ്ഡ് ബൈ ഹെർ. നെക്സ്റ്റ് ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്, ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് എന്താ വരാ, ആൻസർ ഓപ്ഷൻ D ആണ്, 4 ആണ് വരിക അല്ലേ. ഒരു കാര്യത്തിനായിട്ട് ആവശ്യപ്പെടുക, ആസ്ക് ഫോർ എന്നാണ് വരിക, ആസ്ക് ഫോർ എന്നാണ് വരിക. നെക്സ്റ്റ് ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ എന്താണ് വരിക, പ്രെറ്റിയസ്റ്റ് എന്നാണ് വരിക അല്ലേ, പ്രെറ്റിയസ്റ്റ് എന്നാണ് വരിക. കാരണം ഇവിടെ നമുക്ക് ഐ ഹാവ് എവർ സീൻ എന്ന് പറയുന്നതിലൂടെ എല്ലാറ്റിനേക്കാളും മികച്ചത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി, ദാ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. ദാ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ വരാം. ദാ എന്ന് പറയുമ്പോൾ എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് വരാം. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് EST എന്ന് പറയുന്നൊരു ഫോം ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് പിന്നെ മാത്രമല്ല ചിലതിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് എന്ന് പറയുന്നതും ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് പ്രെറ്റി എന്ന് പറയുമ്പോൾ പ്രെറ്റിയസ്റ്റ് ആണ് വരാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ C ആണ്, പ്രെറ്റിയസ്റ്റ് ബ്രേസ്ലെറ്റ് എന്നാണ് വരാം. നെക്സ്റ്റ് പ്രസാദ് ഡസ് നോട്ട് ഡസിൻഡ് ലുക്ക് വെൽ ടുഡേ, യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഡസിൻഡ് ലുക്ക് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ സെൻറ്റൻസിൽ അപ്പോൾ എന്ത് വരാൻ പാടില്ല, നോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഡസ് എന്ന് വന്നിട്ടുണ്ട്. പ്രസാദ് എന്ന് പറയുമ്പോൾ ഹീ വന്നു, ഡസ് ഹീ ആണ്, ആൻസർ ഓപ്ഷൻ A ആണ്, ഡസ് ഹീ ആണ് വരാം. നെക്സ്റ്റ് അമ്മു ഡാഷ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഹെർ എക്സാം ലാസ്റ്റ് ഇയർ ഇവിടെ നമുക്ക് കഴിഞ്ഞു പോയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും, ആൻസറിൽ ഓപ്ഷൻ D ആണ് അല്ലേ, പാസ്ഡ് എന്നാണ് വരാം. കാരണം കറക്റ്റ് നമുക്ക് ലാസ്റ്റ് ഇയറിന് എടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ A ആണ്, ഫ്ലയേഴ്സ് വെയർ ഓൾ അറൗണ്ട് ദ വെന്യൂ എന്നാണ് വരാം. ഇവിടെ നമുക്ക് ഫ്ലയേഴ്സിൻ്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ FLYERS എന്നാണ് വരാം. അതായത് ഒരു നോട്ടീസുകൾ അല്ലെങ്കിൽ പരസ്യപത്രങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ FLYERS എന്നാണ് വരാം. നെക്സ്റ്റ് fill in the blank by adding the correct phrasal verb given as options. We had to dash the party to another day owing the sudden turn of events. ഇവിടെ എന്താണ് വരിക, വി ഹാഡ് ടു ഡാഷ് ദ പാർട്ടി ടു അനദർ ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പരിപാടി മാറ്റി വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനദർ ഡേയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഓപ്ഷൻ D ആണ്, പുട്ട് ഓഫ് ആണ് വരിക അല്ലെ. ഒരു പരിപാടി മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ പുട്ട് ഓഫ് എന്നാണ് വരിക. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ ഫയർ ഫൈറ്റേഴ്സ് വേർ വെൽ എക്യൂപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് വരാം. ശരിക്കും പറഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താണ്, അതാണ് അവിടെ എറർ വരാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ്. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ആണ്, ആൻസർ ഓപ്ഷൻ B ആണ് വരാം. കോൺസ് കറക്റ്റ് സ്പെല്ലിങ് അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ കോൺ എന്ന് പഠിക്കുക. പിന്നെന്താണ് സയൻറ്റിയസ് എന്ന് പഠിക്കുക, സയൻറ്റിയസ്. അതായത് ആദ്യം തന്നെ കോണ് പഠിക്കുക, അതിനുശേഷം സയൻസ് നമുക്ക് എഴുതുന്ന ആ സയൻ വരെ പഠിച്ചു വെച്ചിരിക്കുക, ScienDS എന്ന് കൊടുക്കുക, DS. ഓക്കെ, കോൺസിയൻറ്റിയസ് എന്നുള്ളത് കറക്റ്റ് സ്പെല്ലിങ് നോക്കി പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് വിച്ച് വേർഡ് ഗീവൺ ആസ് ഓപ്ഷൻസ് means exactly the same as the one in bold in the following sentence. To go abroad was the most frivolous decision taken by her. ഇവിടെ നമുക്ക് ഫ്രീവിലെസ്സിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് സെയിം മീനിങ് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സില്ലി എന്നാണ് വരിക. അതായത് ഗൗരവമില്ലാത്ത അല്ലെങ്കിൽ വിഡ്ഢിത്തം നിറഞ്ഞ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രിവിലിയസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഗോ അബ്രോഡ് വാസ് ദ മോസ്റ്റ് ഫ്രിവിലിയസ് ഡിസിഷൻ ടേക്കൺ ബൈ ഹെർ എന്ന് വെച്ചാൽ സില്ലി എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ഫാക്ടോ മീൻസ്. ഡി ഫാക്ടോ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട്. ഡി ഫാക്ടോ എന്ന് വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിൽ. അപ്പോൾ ഡി ഫാക്ടോ എന്ന് വെച്ചാൽ ഇൻ റിയാലിറ്റി ഇൻ ഫാക്റ്റ് എന്നാണ് വരിക. നെക്സ്റ്റ്, എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഈസ് കോൾഡ്. ഒരു ലൈഫ് സ്റ്റോറി സ്വയം എഴുതുന്ന ഒരാൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന പുസ്തകത്തെ എന്താ പറയുക, അല്ലെങ്കിൽ അതിനെന്താ വിളിക്കുക? ഓട്ടോബയോഗ്രഫി എന്നാണ് വിളിക്കുക അല്ലേ, ഓട്ടോബയോഗ്രഫി എന്നാണ്. നെക്സ്റ്റ്, ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. വിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 6 AM ട്രെയിന് വരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വില്ലിന് ശേഷം നമ്മൾ എപ്പോഴും വെർബ് എന്താണ്? V1 ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ലീവ് എന്നാണ് വരിക. വില്ലിന് ശേഷം എപ്പോഴും V1 ആണ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് പഠിച്ചാൽ മതി. വിൽ പ്ലസ് V1 ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഡെഫിനിറ്റ്ലി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഡെഫിനിറ്റ്ലി എന്ന് പറയുമ്പോൾ ഡെഫിൻ, ആദ്യം DEFIN, ഡെഫിൻ, ഇറ്റലി അല്ലേ, അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഡെഫിനിറ്റ്ലി. ഓക്കെ, ഡെഫിനിറ്റ്ലി തെറ്റോ ഇല്ല, ഡെഫിനിറ്റ്ലി. നെക്സ്റ്റ്, ടു ത്രോ ഇൻ ദ ടവൽ മീൻസ്. ടു ത്രോ ദ ടവൽ മീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ഗീവ് അപ്പ് എന്നാണ് അർത്ഥം വരിക അല്ലേ. അതായത് ഇപ്പോൾ ബോക്സിങ് മത്സരങ്ങളിലൊക്കെ പരാജയം സമ്മതിച്ചിട്ട് ഈ റിങ്ങിലേക്ക് ടവൽ എറിയുന്നു. അതാണ് അവിടെ, ആ ഒരു പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പരാജയം സമ്മതിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? പിന്മാറുന്നൊക്കെയാണ് ടു ഗീവ് അപ്പ് എന്നതിൻ്റെ അർത്ഥം വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. പ്ലീസ് ഫോർവേഡ് ദ സൈൻഡ് അഗ്രിമെൻറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒപ്പിട്ട കരാറ് സമയപരിധിക്ക് മുമ്പ് അയക്കാമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഏത് സെൻറ്റൻസ് ആണ്? ഇൻ്ററോഗേറ്റീവ് ആണോ, അതോ ഇമ്പറേറ്റീവ് ആണോ, എക്സ്ക്ലാമേറ്ററി ആണോ, അസേർട്ടീവ് ആണോ? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഷീ സബ്മിറ്റഡ് ഡാഷ് ഡീറ്റെയിൽഡ് പ്രൊപ്പോസൽ ഫോർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷീ സബ്മിറ്റഡ് ഡാഷ് ഡീറ്റെയിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഷീ സബ്മിറ്റഡ് ഡീറ്റെയിൽ, ഷീ സബ്മിറ്റഡ് എ ഡീറ്റെയിൽഡ് എന്നായിരിക്കും വരാം അല്ലേ. കാരണം ഇവിടെ നമുക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഒരു വിശദമായതെന്നുള്ള ഒരു അർത്ഥമല്ലേ അവിടെ വരുന്നുണ്ടത്. അപ്പോൾ അവിടെ എ എന്ന് തന്നെയാണ് വരാം കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ എ ആണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് വെർബ് ഫോം. എവരി മെമ്പർ ഓഫ് ദി റിവ്യൂ കമ്മിറ്റി ഡാഷ് റിക്യൂർഡ് ടു സൈൻ ദ അറ്റൻഡൻസ്. ഇവിടെ നമുക്ക് കമ്മിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കമ്മിറ്റിയിൽ ഓരോ അംഗവും ഹാജർ പട്ടികയിൽ ഒപ്പുവെക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ വരിക? എവരി അല്ലെങ്കിൽ ഈച്ച് എന്നൊക്കെ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട്, എവരിന്ന് വന്നിട്ടുണ്ട്, അല്ല ഈച്ച് എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ ഏകവചനമായിരിക്കണം, അതായത് സിംഗുലർ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈച്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും എവരി എന്ന് വരികയാണെങ്കിലും സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എവരി മെമ്പർ ഓഫ് ദി റിവ്യൂ കമ്മിറ്റി ഈസ് റിക്വയർഡ് എന്നാണ് വരിക. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണ്? ഈച്ച് എന്നാണോ എവരി എന്നാണോ വന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക? സിംഗുലർ വെർബ് കൊടുക്കുക. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. മോസ്റ്റ് കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ ഓറിയൻറ്റേഷൻ സെഷൻ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടോ? നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് സെൻറ്റൻസ് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും വാക്കുണ്ടോ എന്ന് നോക്കണം. നോട്ട് എന്നുള്ളൊരു വാക്കൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്റൻസിൽ നിന്ന് കൊടുക്കണം, നോട്ടിൽ നിന്ന് കൊടുക്കണം. ഇനി ഇവിടെ നമുക്ക് വെർബ് കണ്ടുപിടിക്കുന്നതിനായിട്ട് അറ്റൻഡഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അറ്റൻഡഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ആണ് വരാം അല്ലേ. ഡിഡ് ഇൻഡ് എന്നാണെന്ന് കിട്ടി. ഇനി മോസ്റ്റ് കാൻഡിഡേറ്റ്സ് എന്നാണ് അല്ലേ, കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ദേ എന്ന് കൊടുക്കുക. ഓപ്ഷൻ ബി ആണ്, ഡിഡ് ഇൻഡ് ദേ എന്നാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക അല്ലേ. ദ ഓഫീസർ അവോയ്ഡഡ് ആൻസറിങ് ദ ക്വറി ഡയറക്റ്റ്ലി എന്നാണ് വരിക. അപ്പോൾ എപ്പോഴും അവോയ്ഡഡിൻ്റെ ഒപ്പം
ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അവോയ്ഡിനൊപ്പം എന്താണ് ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതിനാൽ തന്നെ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഓഫീസർ അവോയ്ഡഡ് ആൻസറിങ് ദ ക്വറി ഡയറക്ട്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ സ്യൂട്ടബിൾ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ബ്രാക്കറ്റ്സ്. ഇവിടെ നമുക്ക് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഐ ഡേഷ് ടു എ മൂവി യെസ്റ്റർഡേ എന്നാണ്. അതായത് മൂവിക്ക് പോയി എന്നാണ്, ഇന്നലെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. വെൻറ്റ് ടു എ മൂവി യെസ്റ്റർഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇഫ് ഇറ്റ് റെയിൻഡ് വി ഡേഷ് പോസ്റ്റ്പോൺ ദ മാച്ച്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യും അല്ലേ, മാച്ച് പോസ്റ്റ്പോൺ ചെയ്യും, അതായത് മാറ്റി വയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ വരാ ആൻസർ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി അല്ലേ വരാ. ഇഫ് ഇറ്റ് റെയിൻഡ് വി വുഡ് പോസ്റ്റ്പോൺ ദ മാച്ച് എന്നാണ് വരാ. വുഡ് പോസ്റ്റ്പോൺ ദ മാച്ച് എന്നാണ് വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ടു ഫിൽ ദ ബ്ലാങ്ക്. ദിസ് ടെക്സ്റ്റ് ഈസ് യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് ഡാഷ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ് പറഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് വരിക അല്ലേ, അറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. ദിസ് ടെക്സ്റ്റ് ഈസ് യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് അറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ് പറയുക. കാരണം ഇതൊരു പ്രത്യേകമായ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടൊരു എന്താ പറയുക, വിദ്യാഭ്യാസ തലത്തെയോ അല്ലെങ്കിൽ ഘട്ടത്തെയൊക്കെ പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റൊന്ന് തന്നെയാണ് പറയേണ്ടത്. നെക്സ്റ്റ്, വിച്ച് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഡസ് ദ അഡ്ജക്റ്റീവ് ഗുഡ് ഡിനോട്ട് ഇൻ ദ സെൻറ്റൻസ്. ഗുഡ് എന്ന് പറയുന്നത് നോക്കിയേ, ദിസ് വാച്ച് ഈസ് നോട്ട് ആസ് ഗുഡ് ഈസ് ദാറ്റ് വൺ. ഇതെന്ന് പറയുന്നത് ഏത് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്നാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ അതോ സൂപ്പർലേറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നോട്ട് ആസ് ഗുഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് വരും? ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ അല്ലേ, പോസിറ്റീവ് ഡിഗ്രി ആണ് വരിക അല്ലേ. ഗുഡിൻ്റെ ബെറ്റർ ബെസ്റ്റ് എന്നാണ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന് പറയുന്ന ഫോമിലെ. ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ചൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്. നോ സൂണർ ഡിഡ് ഐ ഗെറ്റ് ഇൻ ടു ദ ബസ് ദ ബസ് ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? നോ സൂണർ ഡിഡ് ഐ ഗെറ്റ് ഇൻ ടു ദ ബസ്. അതായത് ഞാൻ ബസ്സിൽ കയറിയ ഉടനെ മഴ പെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും ഉപയോഗിക്കേണ്ടത്? നോ സൂണർ ദാൻ എന്നാണ് വരിക അല്ലേ. നോ സൂണർ എന്ന് പറയുമ്പോൾ നോ സൂണറിൻ്റെ ഒപ്പം എന്താ വരിക? ദാൻ എന്നാണ് വരിക. അപ്പോൾ ദാൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pick out the antonym of the underlined word. Pick out the antonym of the underlined word. The thief's response was impulsive rather than thoughtful എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പൾസീവിൻ്റെ ആൻറ്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരാ? ഓപ്ഷൻ ബി ആണ് അല്ലേ, മനഃപൂർവ്വം. അതായത് ഡെലിബറേറ്റ് എന്ന് വെച്ചാൽ മനഃപൂർവ്വം എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇമ്പൾസീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡെലിബറേറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് നമുക്ക് ഇവിടെ ആവേശം, അതായത് ഇമ്പൾസ് എന്ന് വെച്ചാൽ അതിന് മീനിങ് വരുന്നത് എന്താണ്? ആവേശം എന്നാണ്. അതായത് ഒന്നും ചിന്തിക്കാതെ തന്നെ പ്രവർത്തിക്കില്ലേ, വേഗത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ഇമ്പൾസീവ് എന്ന് പറയുന്നത്. എന്നാൽ ഡെലിബറേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? മനഃപൂർവ്വം ചെയ്യുന്നതിനെയാണ് ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. ബോധപൂർവം ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill up using the appropriate word from the brackets. A dash of lions was sitting on the rock. ലയൺസിൻ്റെ ഒപ്പം എപ്പോഴും ഏതായിരിക്കും വരാ? വേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂപ്പ് ഓഫ് ലയൺ എന്നാണോ ഹെഡ് ഓഫ് ലയൺ എന്നൊക്കെയാണോ വരാ? ഏതാ വരാ? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ, പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് വരാ. പ്രൈഡ് ഓഫ് ലയൺസ്, ലയൺ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രൈഡ് ഓഫ് ലയൺസ് അല്ലേ. നെക്സ്റ്റ്, fill up the blank with the correct phrasal verb. The teacher asked the students to dash the assignment before Friday. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അസൈൻമെൻറ്റ് സമർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. എന്താണ്? The teacher asked the students to dash the assignment before Friday. ഫ്രൈഡേക്ക് മുമ്പ് എന്ത് ചെയ്യണം? എല്ലാവരും ഇത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അസൈൻമെൻറ്റ്. അപ്പോൾ ഏതാ വരാം? ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഹാൻഡ് ഇൻ എന്നാണ് പറയുക അല്ലേ. ഹാൻഡ് ഇൻ ദ അസൈൻമെൻറ്റ് ബിഫോർ ഫ്രൈഡേ. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഹാൻഡ് ഇൻ ദ അസൈൻമെൻറ്റ് ബിഫോർ ഫ്രൈഡേ എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻ വിത്ത് ഇറ്റ്സ് എ സിനോണിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്റ്റുഡൻറ്റ് വാസ് ഡെലിജൻ ഇൻ ഹിസ് സ്റ്റഡീസ്. ഡെലിഗൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സിനോണിയം എന്താണ്? ഇതിൻ്റെ അർത്ഥം വരുന്നത് ഹാർഡ് വർക്കിംഗ് എന്നാണ്, കഠിനാധ്വാനം എന്നാണ്. ഡെലിജൻ എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് വർക്കിംഗ് എന്നാണ് വരുന്നത്.
നെക്സ്റ്റ് പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഓർഗനൈസ്. ഓർഗനൈസിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ഡിസ്ഓർഗനൈസ് എന്നാണ് പറയുക അല്ലേ? ഡിസ്ഓർഗനൈസ് എന്നാണ് പറയുക. ഡിസ്ഓർഗനൈസ് എന്നാണ് പറയുക. നെക്സ്റ്റ് വിച്ച് വേർഡ് മീൻസ് ഹാവിങ് പ്രാക്ടിക്കൽ നോളേജ് ഓർ സ്കിൽ. പ്രാക്ടിക്കൽ നോളേജ് അല്ലെങ്കിൽ സ്കില്ലുള്ളതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഇൻജീനിയസ് എന്നാണ് പറയുക. എന്താണ്? ഹാവിങ് എ പ്രാക്ടിക്കൽ നോളേജ് ഓർ സ്കിൽ എന്ന് പറയുമ്പോൾ ഇൻജീനിയസ് ആണെന്നാണ് പറയുക. ഇൻജീനിയസ്. നെക്സ്റ്റ് വാട്ട് ഡസ് ദ ഇഡിയം ടു ബിൽഡ് ദ കാറ്റ് മീൻ? ടു ബിൽഡ് ദ ക്യാറ്റ്. ടു ബിൽഡ് ദ ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താ വരാ? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫ്രം ദ കോമൺ ഗുഡ്. എന്താ പറയുന്നത്? പൊതു നന്മയ്ക്കായിട്ട് അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനെയാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന് പറയുന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന് വെച്ചാൽ എന്താണ്? അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് പൊതു നന്മയ്ക്കായിട്ട്. ഇപ്പോൾ ഇത് വരുന്നത് ഇപ്പോൾ പഴയ കെട്ടുകഥകളിൽ നിന്നൊക്കെയാണ്. നമ്മൾ പണ്ട് കുറേ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് എലികൾ ഒരു പൂച്ചയുടെ ഒരു സാമീപ്യം കാണുകയാണെങ്കിൽ അതിന് മണി കെട്ടാൻ പദ്ധതിയിടും. കാരണം അവയൊന്നും ശ്രമിക്കാൻ ആഗ്രഹിക്കാത്ത അപകടകരമായിട്ടുള്ള ഒരു ജോലിയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ, ഈ ശൈലി വന്നിട്ടുള്ളത്. അപ്പോൾ പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന് വെച്ചാൽ എന്താണ്? പൊതു നന്മയ്ക്ക് അപകടകരമായിട്ടുള്ളൊരു പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് അല്ലേ? അപകടകരമായിട്ടൊരു പ്രവൃത്തി ഏറ്റെടുക്കുകയാണ്. ഈ പൂച്ചയുടെ മണി കെട്ടാൻ പോകാന്ന് പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമാണോ? അത് കുറച്ച് റിസ്ക് എടുത്തിട്ട് കെട്ടേണ്ട കാര്യമാണ് അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് യുനെസ്കോ? യുനെസ്കോയുടെ എക്സ്പാൻഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ. നെക്സ്റ്റ് വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്? ഉറക്കത്തിൽ നടക്കുന്നവരെന്താ വിളിക്കുന്നത്? സൊനാംബുലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? സൊനാംബുലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു മെഡിക്കൽ ഒരു പദമാണ് ഈ സൊനാംബുലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സൊനാംബുലിസ്റ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് വാട്ട് ഡസ് വോക്സ് പോപ്പുലി മീൻ? വോക്സ് പോപ്പുലി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഓപ്ഷൻ ബി ആണ് വോയിസ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ. വോയിസ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെയാണ് വോക്സ് പോപ്പുലി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ഹൗ എഫിഷ്യൻ്റ്ലി ദ ഇൻസ്പെക്ഷൻ ടീം കംപ്ലീറ്റഡ് ദ വെരിഫിക്കേഷൻ? ഹൗ എഫിഷ്യൻ്റ്ലി ദ ഇൻസ്പെക്ഷൻ ടീം കംപ്ലീറ്റഡ് ദ വെരിഫിക്കേഷൻ. ഇത് എന്താണ്? അസേർട്ടീവ് ആണോ ഇൻറ്ററോഗേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ആണ് അല്ലേ? നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ ഡെലിഗേഷൻ ട്രാവൽഡ് ബൈ ഡാഷ് എയർ ഡ്യൂ ടു ദ അർജൻസി ഓഫ് ദ മീറ്റിംഗ്. ഇവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ വരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ വിമാനത്തിലൂടെ, കാറിലൂടെ അല്ലെങ്കിൽ ട്രെയിൻ വഴിയൊക്കെയാണ് യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കില്ല? ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ട്രാവൽഡ് ബൈ എയർ എന്ന് തന്നെയാണ് വരിക. ഓപ്ഷൻ ഡി ആണ് നോ ആർട്ടിക്കിൾ. നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് വെർബ് ഫോം. നെയ്തർ ദ ട്രെയിനിങ് മൊഡ്യൂൾ നോർ നെയ്തർ നോർ. കണ്ടോ? ഇങ്ങനെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നെയ്തർ ദ ട്രെയിനിങ് മൊഡ്യൂൾ നോർ ദ സപ്ലിമെൻ്ററി മെറ്റീരിയൽ ഡാഷ് അവൈലബിൾ ഓൺ ദ പോർട്ടൽ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു അല്ലേ വീണ്ടും വന്നിരിക്കുന്നത്. നെയ്തർ നോർ എന്താണ് അവിടെ എന്താ കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഈസാണ് വരെ. കാരണം എന്താ? നെയ്തറും നോറും വരാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ അടുത്ത് വരുന്ന ഇതെന്തുട്ടാണ് വരുന്നതെന്ന് നോക്കണം. അടുത്ത് വരുന്ന സബ്ജക്റ്റ് നോക്കുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഈസാണ് വരേണ്ടത്. സപ്ലിമെൻ്ററി മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി മെറ്റീരിയൽ ഈസ് അവൈലബിൾ ഓൺ ദ പോർട്ടൽ. നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ് us കൺസിഡർ ദ പ്രൊപ്പോസൽ. ഇവിടെ നമുക്ക് ലെറ്റ് us എന്നാണ് തന്നിരിക്കുന്നത്. ലെറ്റ് us വരാണെങ്കിൽ എപ്പോഴും ആൻസറിൽ ഷോൾ ബി എന്ന് തന്നെയാണ് വരിക. ഷോൾ ബി എന്നാണ് വരിക. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ ഡയറക്ടർ ഹാഡ് ദ അസിസ്റ്റൻറ്റ് പ്രിപ്പയർ ദ സമ്മറി എന്നാണ് വരിക. പ്രിപ്പയർ ദ സമ്മറി എന്നാണ് വരിക. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമുക്ക് ഹാഡ് ദ അസിസ്റ്റൻറ്റ് പ്രിപ്പയർ ദ മെമ്മറി എന്നാണ് വരിക. ഇവിടെ ബാക്കിയുള്ളതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ടു പ്രിപ്പയർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടു എന്നുള്ളത് ഒരിക്കലും വരില്ല. ടു എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സെൻറ്റൻസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടു പ്രിപ്പയർ എന്ന് വരില്ല. പ്രിപ്പയർ ജസ്റ്റ് പ്രിപ്പയർ എന്ന് പറയുന്നതാണ് വരിക കേട്ടോ. നെക്സ്റ്റ്, രവി ഡേഷ് ടീ എവറി മോർണിംഗ്. രവി ഡേഷ് എവറി മോർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എപ്പോഴും എന്താണ്, എന്നും രാവിലെ ചായ കുടിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഡ്രിങ്ക്സ് എന്നാണ് വരിക. ഡ്രിങ്ക്സ് എന്നാണ് ഒരു ശീലമാണ് അല്ലേ. ശീലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, ദ പ്ലാൻ ഷെഡ് ഇറ്റ്സ് ലീവ്സ്. ഐഡൻറ്റിഫൈ ദ പൊസസീവ് പ്രോനൗൺ. നമുക്ക് തന്നിരിക്കുന്നതിൽ പൊസസീവ് പ്രോനൗൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ്സ് ആണ് അല്ലേ. ഇറ്റ്സ് ആണ് അവിടുത്തെ പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കീർത്തന വോണ്ട് ബി ലേറ്റ്. കീർത്തന വോണ്ട് ബി ലേറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നോട്ടാണ് വന്നിരിക്കുന്നത്. നോട്ട് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സെൻസിൽ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം വരാൻ പാടില്ല. നോട്ടില്ലാത്ത ടെൻസ് ആണ് എടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ ബിയും ഡിയും അപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ വിൽ ഷീ വുഡ് ഷീ ആണ് വരേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് വോൺ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വോൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ബില്ലാണ് അല്ലേ ഉപയോഗിക്കുക. വോൺ ഷീ എന്നുള്ളത് ഉപയോഗിക്കില്ല അങ്ങനെ ഒരുമിച്ച്. എപ്പോഴും വിൽ ഷീ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, വിൽ ഷീ ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൗ വി ഷോൾ ഡിസ്കസ് ഡാഷ് അവർ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ്. ഇവിടെ ഒരു ഭാവി സ്വത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ പ്രപ്പോസിഷൻ ഒന്നും വരുന്നില്ല. കാരണം ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസ്കസ് എബൌട്ട് എന്നൊക്കെ ഡിസ്കസ് എബൌട്ട് എന്നൊന്നും പറയില്ല. ഡിസ്കസിനൊപ്പം നമ്മുടെ പ്രപ്പോസിഷനൊന്നും ഉപയോഗിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ആർ ഗോയിങ് ടു. ഡിസ്കസിനൊപ്പം പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ആർ ഗോയിങ് ടു ബേക്ക് ദ ബ്രെഡ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. വി ആർ ഗോയിങ് ടു ബേക്ക് ദ ബ്രെഡ്. ഇവിടെ നമുക്ക് ബ്രെഡാണ് ഫസ്റ്റ്, ദ ബ്രെഡാണ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് അല്ലേ. അതിനുശേഷം ഇവിടെ നമുക്ക് ടെൻസിൽ ആറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആറിന് നമ്മൾ പാസീവിലാക്കുമ്പോൾ എന്തായി, ഈസ് എന്ന് ഉപയോഗിച്ചു അല്ലേ. പിന്നെ നമ്മൾ എന്താ അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക അല്ലേ. ഗോയിങ് ടു ബി, പിന്നെ V3 ഫോമും കൂടെ ഉപയോഗിക്കണം അല്ലേ. V3 ഫോം ഉപയോഗിക്കണം. അപ്പോൾ ടു ബി ബേക്ക്ഡ് എന്ന് വരും അല്ലേ. ടു ബി ബേക്ക്ഡ് എന്ന് വരും. ക്ലിയർ ആണല്ലോ അല്ലേ ഇത്. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണോ ടെൻസ് അതുപോലെ തന്നെ എഴുതണം. പിന്നെ നമുക്ക് V3 ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലേ. V3 എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്നത് V3 ആക്കി മാറ്റണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പാസീവ് വോയിസിൽ എഴുതുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ആദ്യം തന്നെ ഒബ്ജക്റ്റ് ചെയ്താൽ പിന്നെ ഈസ് ആണോ ആറാണോ എം ആണോ എന്ന് എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് ആറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻസ് തന്നെ എഴുതണം. അപ്പോൾ ഈസ് എന്ന് എഴുതാം അല്ലേ. നമ്മൾ ബ്രെഡ് ആണ് ഉപയോഗിച്ചത് അല്ലേ. ബ്രെഡ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഈസ് എന്ന് വെച്ചു. ഇനി ഗോയിങ് ടു ബി എന്ന് പറഞ്ഞിട്ട് പിന്നെ V3 ഫോം ബി ബേക്ക്ഡ് അല്ലേ. ബേക്ക്ഡ് ആണ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ആൻറ്റോണിയം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ വേർ സ്ട്രിക്റ്റ്ലി എൻഫോഴ്സ്ഡ്. അപ്പോൾ ഇവിടെ ഏതാ വരിക, ആൻസർ സ്ട്രിക്റ്റ്ലി എന്ന് വേർഡിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്, ആൻറ്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിക്റ്റ്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കർശനമായി എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ എന്താണ്, ഹാർഷ്ലി എന്നല്ലേ ഏതാ വരിക, ലഘുവായിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഇതാ വരിക ലൈറ്റ്ലി എന്നാണ് അല്ലേ, ലൈറ്റ്ലി എന്നാണ് വരിക. സ്ട്രിക്റ്റ്ലിയുടെ ആൻറ്റോണിയം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, ലൈറ്റ്ലി എന്നാണ്. നെക്സ്റ്റ്, ഫിലപ്പ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. എ ഡാഷ് ഓഫ് കാറ്റ് ലെയിങ് അണ്ടർ ദ ട്രീ. നമ്മൾ നേരത്തെ എന്താണ് ലയൺസിനെ കണ്ടു അല്ലേ. ലയൺസ് എന്ന് പറയുമ്പോൾ പ്രൈഡ് ഓഫ് ലയൺസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കാറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, കാറ്റിലാണ് വരുന്നതെങ്കിൽ ഏതാണ് വരിക, ബി ആണ് വരിക കേട്ടോ. ഹേർഡ് എന്നാണ് വരിക. നെക്സ്റ്റ്, ഫില്ലപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫേസൽ വെർബ്. ദ മീറ്റിംഗ് വാസ് ഡാഷ് ഡ്യൂ ടു ദ മാനേജേഴ്സ് ഇൽനെസ്. എന്താ പറയുന്നത്, മീറ്റിംഗ് മാനേജറിൻ്റെ ഒരു പനിയായി കാരണം അല്ലെങ്കിൽ വയ്യാത്ത കാരണം മാറ്റി വെച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, പുട്ട് ഓഫ് ആണ് വരിക അല്ലേ. പുട്ട് ഓഫ് ഡ്യൂ ടു ദ മാനേജേഴ്സ് ഇൽനെസ്. നെക്സ്റ്റ്, റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻ വിത്ത് ഇറ്റ്സ് സിനോണിയം. ബോബി സക്സസ് വാസ് ദ റിസൾട്ട് ഓഫ് പ്രിസെവറൻസ്. പ്രിസെവറൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു വാക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ നേരത്തെ എന്തിനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ടെന്നൊക്കെ കണ്ടല്ലോ അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പെർസിസ്റ്റൻസ് എന്നാണ് വരിക. അതായത് പ്രിസെവറൻസിൻ്റെ സിനോണിയം എന്ന് പറയുന്നതാണ് വരിക, പെർസിസ്റ്റൻസ് എന്നാണ് വരിക. അതായത് കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെ പറയുന്നത് അല്ലേ. ഒരു കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്ത കാരണമാണ് അവർക്ക് റിസൾട്ട് കിട്ടിയത് അല്ലേ. അങ്ങനെയാണ് ആ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ കണ്ടിന്യൂ എന്നുള്ള ഒരു എന്താണ് മീനിങ് ആണ് അവിടെ വരേണ്ടത്. നെക്സ്റ്റ്,
പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ് മാനേജ്. മാനേജിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ എന്താ ഡിസ്കറേജ്, കറേജിൻ്റെ അല്ലേ, ഓർഗനൈസിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർഗനൈസിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാനേജിൻ്റെ ഏതാണ് വരാം, മാനേജിൻ്റെ എന്താ വരാം, മിസ് മാനേജ് എന്നാണ് വരാം കേട്ടോ, മിസ് മാനേജ് എന്നാണ് വരാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ബൊണാഫൈഡ്? ബൊണാഫൈഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ജെനുവിൻ. ബൊണാഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്, ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെനുവിൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് എ ലേസർ? നമ്മൾ നേരത്തെ എന്താണ് എക്സ്പാൻഷൻ ചോദിച്ച് കണ്ടു. ലേസറിൻ്റെ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് വരാം, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് എ റേഡിയേഷൻ. ലേസർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് എ റേഡിയേഷൻ. നെക്സ്റ്റ്, ഇവിടെ ഓഫ് എന്നുണ്ട് കേട്ടോ. ഈ ഓഫ് ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓഫ് ഇല്ലാണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് എ റേഡിയേഷൻ എന്ന് പഠിച്ചു വെച്ചിരിക്കുക, എമിഷൻ ഓഫ് റേഡിയേഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ബിലീവ്സ് ഇൻ ദ ഡോക്ടറൈൻ ഓഫ് പ്ലഷർ ഈസ് ദ ചീഫ് ഗുഡ് ഓഫ് ലൈഫ്? ഇവിടെ നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് വരിക, ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക, ഹെഡോണിസ്റ്റ് എന്നാണ് വരേണ്ടത് കേട്ടോ, ഹെഡോണിസ്റ്റ് എന്നാണ് വരേണ്ടത്. അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സുഖഭോഗമാണെന്ന് വിശ്വസിക്കുന്നയാളെയാണ് ഹെഡോണിസ്റ്റ് എന്ന് പറയുന്നത്, ഹെഡോണിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഒക്കറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒക്കറൻസ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായ സ്പെല്ലിങ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. ഒക്കറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, AOCC, പിന്നെ യു, പിന്നെ 2 R ഉണ്ട്, RR, പിന്നെ ENCE എന്നാണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് മീൻസ് ഹാവിങ് എ ഹാംഫുൾ എഫക്റ്റ്? ഹാവിങ് എ ഹാംഫുൾ എഫക്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ എ ആണ് വരാം, പെർനീഷ്യസ് എന്നാണ് വരുന്നത്, പെർനീഷ്യസ് എന്നാണ് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2026 PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് 2025 അങ്ങനെ പോവാം അല്ലേ. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. ക്ലീൻ ദ റൂം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ക്ലീൻ ദ റൂം എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിൻ്റെ പാസീവ് വോയിസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതാം? ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലീൻ ദ റൂം എന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ. ഇവിടെ നമുക്ക് ലെറ്റ് ഉപയോഗിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ലെറ്റ് നോക്കി, ലെറ്റ് ആദ്യം എഴുതുക. അതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ദ റൂം എന്നാണ് അല്ലേ. അപ്പോൾ ലെറ്റ് ദ റൂം ബി ക്ലീൻ എന്നാണ് വരിക. അതായത് നമുക്ക് ഒബ്ജക്റ്റാണ് എന്ന് പറയുന്നത് ദ റൂം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലെറ്റ്, നമുക്ക് ഈ ലെറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ലെറ്റ് പ്ലസ് പിന്നെ എന്താണ്, ഒബ്ജക്റ്റാണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പിന്നെ എന്ത് ചെയ്തും, ബി എഴുതും പിന്നെ എന്താണ്, V3 ഫോമാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലെറ്റ് എഴുതാം, പിന്നെ ഒബ്ജക്റ്റ് എഴുതാം, പിന്നെ ബി എഴുതാം, പിന്നെ V3 ഫോം എഴുതാം. ലെറ്റ് ഒബ്ജക്റ്റ് ബി എഴുതാം, V3 ഫോം എഴുതാം. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ഹി ഡിഡിൻറ്റ് സീ ഹെർ കമ്മിങ്, ഹി ഹാസിൻറ്റ് സോ ഹെർ കം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹി ഡിഡിൻറ്റ് സീ ഹെർ കമ്മിങ് എന്നാണ് വരിക അല്ലേ. ഹി ഡിഡിൻറ്റ് സീ ഹെർ കമ്മിങ് എന്നാണ് വരിക. അതായത് കമ്മിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. കമ്മിങ് എന്ന് വെച്ചാൽ എന്താണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡിഡിൻറ്റ് സീ എന്നാണ് കറക്റ്റായിട്ട് നമ്മൾ എഴുതുക. ഡിഡിൻറ്റ് സീ എന്നാണ് കറക്റ്റായിട്ട് എഴുതുക. ഡിഡിൻറ്റ് സീ ഹെർ കമ്മിങ് എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ചോയ്സ് ഫ്രം ദ ഓപ്ഷൻ ബിലോ. ഡു യു മൈൻഡ് ഡാഷ് ദ ഡോർ? ഡു യു മൈൻഡ് ഡാഷ് ദ ഡോർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലോസിങ് ദ ഡോർ എന്നാണ് വരിക. ക്ലോസിങ് ദ ഡോർ എന്നാണ് വരിക. അപ്പോൾ മൈൻഡിന് ശേഷം എപ്പോഴും നമ്മൾ ING ഫോമാണ് ഉപയോഗിക്കാം. അപ്പോൾ മൈൻഡ് എന്ന് പറയുമ്പോൾ മൈൻഡ് ക്ലോസിങ് അല്ലേ, മൈൻഡ് ക്ലോസിങ് ദ ഡോർ എന്നാണ് വരിക. നെക്സ്റ്റ്,
Identify the error in the given sentence from the options below. If you have made the cake, I would have appreciated. നമുക്ക് തന്നിരിക്കുന്നതിൽ എറർ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഇഫ് ആണ് നമുക്ക് കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക്, ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാവ് എന്ന് എഴുതിയിട്ടുള്ളതാണ് തെറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നക്കിൾ ഹെഡ് ഈസ് എ സ്ലാങ് ഫോർ. നക്കിൾ ഹെഡ് എന്ന് പറയുമ്പോൾ ആരെയാണ് പറയുക? ഫൂളിഷ് പേഴ്സണെയാണ് നക്കിൾ ഹെഡ് എന്ന് പറയുന്നത്. നക്കിൾ ഹെഡ് എന്ന് വെച്ചാൽ ഫൂളിഷ് പേഴ്സൺ, അതായത് നക്കിൾ ഹെഡ് എന്ന് വെച്ചാൽ വിഡ്ഢി എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് എ സെൻറ്റൻസ് യൂസിങ് എനി വൺ ഓഫ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ് ആസ്. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ് ആസ് എന്ത് വരും? ഓപ്ഷൻ എ ആണ് അല്ലേ. ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ. എന്താണ് വരുന്നത്? ഐ വാസ് ഫീലിംഗ് ബിറ്റ് അണ്ടർ ദ വെദർ എന്നാണ് വരിക. അതായത് കാലാവസ്ഥയ്ക്ക് കീഴിൽ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് വരിക? കാലാവസ്ഥയ്ക്ക് കീഴിൽ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് അസുഖം തോന്നുന്നു, അല്ലെങ്കിൽ അസുഖം വരുന്നു അല്ലേ, അല്ലെങ്കിൽ എന്താണ് ക്ഷീണം തോന്നുന്നു എന്നൊക്കെയാണ് അവിടെ വരേണ്ടത് അല്ലേ. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ് ആസ് ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ എന്നാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Complete the sentence by choosing the appropriate one from the abbreviations given below. I had a dash when the crowd at the fair increased. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫോമോ. FOMO ആണ് വരുന്നത്. അതായത് ഫോമോ എന്ന് വെച്ചാൽ നഷ്ടപ്പെടുമെന്ന ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ആൾക്കൂട്ടം കൂടി വരാണെന്നുണ്ടെങ്കിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളില്ലാതെ നല്ല സമയം ആസ്വദിക്കുന്നുണ്ടാകുമോ എന്ന ഉത്കണ്ഠയോ തോന്നലൊക്കെയാണ് ഈ ഒരു വാക്യത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഫോമോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭയമാണ് അല്ലേ, നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയത്തെയാണ് പറയുന്നത്. നെക്സ്റ്റ്, identify the error in the given sentence from the following options. She was complimented on her success at the intercollegiate quiz festival held yesterday at the college auditorium. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോംപ്ലിമെൻറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷീ വാസ് കോംപ്ലിമെൻറ്റഡ് ഓൺ ഹെർ സക്സസ്. കോംപ്ലിമെൻറ്റഡ് എന്നല്ല അല്ലേ, അവിടെ അഭിനന്ദനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രശംസിക്കുന്ന ഒരു പദമാണ് വേണ്ടത്. അപ്പം അഭിനന്ദനം എന്നാൽ ഒരാൾ പ്രശംസിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. അവിടെ കോംപ്ലിമെൻറ്റഡ് എന്നു വെച്ചാൽ എന്താണ്? ഒരു പൂരകമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കോംപ്ലിമെൻറ്റഡ് എന്നുള്ള ഒരു വാക്ക് അവിടെ തെറ്റായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ കറക്റ്റ് ഫേസൽ വെർബ് ഗിവൺ എസ് ഓപ്ഷൻസ്. ഷീ ഡിസൈഡഡ് ടു ഡേഷ് ദ ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് മീറ്റിംഗ്. അടുത്ത മീറ്റിങ്ങിലേക്ക് എന്ത് തീരുമാനിക്കുന്നു ആൾ? അടുത്ത മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾ തീരുമാനിച്ചു എന്നാണ് വരുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് വരിക, ബ്രിങ് അപ്പ് ആണ് വരിക. ഒരു വിഷയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ചർച്ചയ്ക്കായിട്ട് ഒരു വിഷയം ഉന്നയിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ബ്രിങ് അപ്പിൻ്റെ അർത്ഥം വരുന്നത് ഒരു വിഷയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ചർച്ചയ്ക്കായിട്ട് ഒരു വിഷയം ഉന്നയിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഷീ ഡിസൈഡഡ് ടു ബ്രിങ് അപ്പ് ദ ടോപ്പിക് എന്ന നെക്സ്റ്റ് മീറ്റിംഗ്. അടുത്ത മീറ്റിങ്ങിൽ ഇത് അവതരിപ്പിക്കുന്നതിനായിട്ട് തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ബോൾഡ് ഇൻ ഗിവൻ സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് follow. People believed that democracy is the panacea for the humanity as a whole. ഇവിടെ നമുക്ക് panacea എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ് എന്നാണ് വരിക. സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്. അപ്പോൾ ഇനിയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ അടുത്ത് നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം ഏതൊരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും 10th പ്രിലിംസും അതുപോലെ ലാസ്റ്റ് ഇയറുടെ എക്സാം ഒഴിച്ച് ബാക്കി എല്ലാ എക്സാമിനും ഇംഗ്ലീഷ് കോമൺ ടോപ്പിക്കാണ്.
അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. 2019 മുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തും. പക്ഷേ ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്താ പറയുന്നത്? ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സാറ്റിസ്ഫാക്ടറി എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക അല്ലേ. വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്നാണ് പറയുക. കാരണം ഇവിടെ നമുക്ക് ഓറഞ്ചസ് എന്നാണ് തന്നിരിക്കുന്നത്. ഓറഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലൂറലാണ് അല്ലേ, പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് ഈ എന്താണ് ഓറഞ്ചസ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? സിംഗിൾ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് ഓറഞ്ചസ് എന്ന് മാത്രമല്ല തന്നിരിക്കുന്നത്, ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഓറഞ്ച് എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് അവിടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഓറഞ്ചിന് മുമ്പ് നമുക്ക് ക്വാളിറ്റി എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ? ഈ സിംഗിളാണ് ഉപയോഗിക്കേണ്ടത്, വാസാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ ഏതാ വരിക? എ അല്ലേ വരാ. വിൽ ബി കംപ്ലീറ്റിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ക്യാൻസലായിരുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. അത് എന്താണ്? കുറച്ച് കൺഫ്യൂഷനുള്ള ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരാം? നൺ എന്ന് വെച്ചാൽ നെഗറ്റീവാണ് അല്ലേ. നൺ എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നെഗറ്റീവ് പാടില്ല. അപ്പോൾ ഓപ്ഷൻ എയും നമുക്ക് ക്യാൻസൽ ചെയ്യാം, സിയും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് അസ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അസ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യുമ്പോൾ വി എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിഡ് ബി എന്നാണ് വരാം. നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. ഹാഡ് റീച്ച്ഡ്, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഇഫ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? കുഡ്, വുഡ് ഓർ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ആണ് വരാം. ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. കുഡ് ഹാവ് മെറ്റ് എന്നാണ് വരാം. നെക്സ്റ്റ്, ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. എന്താ വരുന്നത് ആൻസർ? ഓപ്ഷൻ ബി ആണ് വരിക. കീപ്പ് ഫ്രം അല്ലേ, ഒഴിവാക്കാന്നർത്ഥം. അതായത് വിദ്യാർത്ഥിയുടെ മോശം പെരുമാറ്റത്തിന് അധ്യാപകനെ അടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ കീപ്പ് ഫ്രം എന്നാണ് വരിക. അതായത് കീപ്പ് ഫ്രം എന്ന് വെച്ചാൽ സ്വയം നിയന്ത്രിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് വിട്ട് നീങ്ങുക എന്ന് പറയുന്നതാണ് കീപ്പ് ഫ്രം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അത് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. മെമെൻറ്റോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മൊമെൻറ്റോ അല്ലേ. ME ആണ് വരാം. ME ആണ് വരാം. O അല്ല വരാം. ME ആണ് വരാം. പിന്നെ വീണ്ടും മെൻ എഴുതാ 2 അല്ലേ. മെമൻ 2 അല്ലേ. മെമൻ 2 അങ്ങനെ പഠിപ്പിച്ചിരിക്കാം. മെമൻ 2. നെക്സ്റ്റ്, ദ കോർട്ട് ഒബ്സർവ്ഡ് ദ അഗ്രിമെൻറ്റ് ഫുൾ നൾ ആൻഡ് വോയിഡ്. ഹിയർ നൾ ആൻഡ് വോയിഡ് മീൻസ്, നൾ ആൻഡ് വോയിഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? എന്താണ് അർത്ഥം വരിക? നൾ ആൻഡ് വോയിഡ് എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഇൻവാലിഡ് എന്നാണ് അർത്ഥം. ഇൻവാലിഡ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻഡ് ഈ സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ആക്സെപ്റ്റഡ് ഐഡിയാസ്, ട്രഡീഷൻസ്, ഇമേജസ്. അതായത് അംഗീകൃത ആശയങ്ങൾ, പാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ പ്രതിച്ഛായകൾ എന്നിവയിലൊന്നും വിശ്വസിക്കാത്തതും അവിശക്തമായിട്ടുള്ള എതിർക്കുന്ന ഒരു വ്യക്തിയെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഏതാണ് വരാം? ഐക്കണോ ക്ലാസ്റ്റിൽ, ഐക്കണോ ക്ലാസ്റ്റ് എന്നാണ് വരാം. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹീ സെഡ് വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. He said, will you listen to such an advice? ഏതാ വരാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഹി ആസ്ക്ഡ് വെദർ അല്ലേ, വെദർ they would listen to such an advice. He asked whether they would listen to such an advice. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് UPIയുടെ എന്താണ് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. UPI എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അല്ലേ. ആൻസർ ഓപ്ഷൻ എ അല്ലേ വരാം. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ് വരാം. Fill in the blank using the appropriate form of the verb. Sentence എന്താണെന്നിരിക്കുന്നത്? Usually they play cricket but now they dash football എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി എപ്പോഴും അവർ സാധാരണയായിട്ട് എന്താണ്? ക്രിക്കറ്റ് ആണ് കളിക്കാറുള്ളത്. പക്ഷെ അവരിപ്പോ എന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഫുട്ബോൾ ആണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ.
അങ്ങനെ പറയുമ്പോ ദേ കഴിഞ്ഞ് നമ്മൾ എന്താണ് ഉപയോഗിക്കുക, പ്ലൂറൽ ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ തന്നിരിക്കുന്ന ഏതാണ് പ്ലൂറൽ ഫോം എഴുതുന്നത്? ആരാണ്? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇപ്പൊ അവര് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുട്ബോൾ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വരുന്നത്. ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ റിയലി വിസിറ്റേഴ്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ അത് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ നോക്കും. നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്നൊക്കെ അറിയാം. ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ ഒരു സെന്റൻസ് എന്തൊക്കെ ഉണ്ടായിരിക്കും? നോ ഉണ്ടാവാം, നോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? നോ ഉണ്ടായിരിക്കും, നൺ ഉണ്ടായിരിക്കും, നോ, നൺ, നെയ്തർ, നെയ്തർ. അതുപോലെ തന്നെ ഹാർഡ്ലി, ഹാർഡ്ലി, scarcely, scarcely, few, seldom, എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ റയർലി ട്ടോ, റയർലി എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഏതെന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് റെയർലി എന്ന് പറയും തന്നിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ സാധാരണയായിട്ട് ആദ്യം നമ്മൾ എന്ത് നോക്കും? വിസിറ്റ് എന്ന് പറയുന്നത് വീട് നോക്കും അല്ലെ. വിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡു ആണല്ലോ വരുന്നത്. വിസിറ്റ് എന്ന് പറയുന്നത് ഡു ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡൂന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡൂന്ന് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് നോക്കി നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് നമ്മൾ കൂട്ടിച്ചേർക്കണം, ഡോണ്ട് എന്ന് പറയും അല്ലെ. പക്ഷെ നമുക്ക് നെഗറ്റീവ് ആണ് തന്നിട്ടുണ്ട്, കാരണം നമുക്ക് ആ നോട്ടിന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഡു ദേ എന്ന് വരും അല്ലെ. ഡു ദേ എന്നാണ് ആൻസർ വരുന്നത്. ഏതാണ് വരുന്നത്? ഡു ദേ എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റിന്റെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉപകാരപ്രദമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select a suitable phrasal verb. The proposal was dash due to lack of funds. The proposal was dash due to lack of funds. പ്രപ്പോസൽ വേണ്ടാന്ന് വെക്കാണ് അല്ലെ. ലാക്ക് ഓഫ് ഫണ്ട് കാരണം വേണ്ടാന്ന് വെക്കാണ് അവിടെ അർത്ഥം വരേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ടേൺ ഡൗൺ എന്നാണ് ഉപയോഗിക്കുക. ടേൺ ഡൗണിന്റെ അർത്ഥം മീനിങ് എന്താ വരുന്നത്? റിജക്ട് സംതിങ് ഓഫേർഡ് ഓർ പ്രപ്പോസ്ഡ്. ഒന്നില്ലെങ്കിൽ ഓഫർ ചെയ്തിട്ടുള്ളെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവം നമ്മൾ റിജക്ട് ചെയ്യണേനെയാണ് എന്ന് പറയുന്നത് ടേൺ ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ടേൺ ഡൗൺ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ്. This sentence can be interpreted as എന്താണ് ആൻസർ വരുന്നത്? ഏതാണ്? സി ആണ് വരുന്നത്. The manager is acting slowly in this case because he does not want to do it. അപ്പൊ എന്താണ് വരുന്നത്? I think the manager is dragging his feet in this case എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് എന്താണ് വരുന്നത്? എങ്ങനെയാണ് ഇതാ? The manager is acting slowly in the case because he does not want to do it. Next question, complete the sentence using the correct option. If I had a car, I. അവിടെ എന്താ വന്നിരിക്കുന്നത്? If clause ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ if clause അറിയണമായിരിക്കല്ലോ. അപ്പൊ if clause ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. അതായത് നമുക്കറിയാം if clause 3 ടെൻഡൻസുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പിന്നെ വരുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന 3 ടെൻസുകളാണ് കൂടുതലും വരുന്നത്. ഇതില് സിമ്പിൾ പ്രസന്റ് ആണ് സെന്റൻസ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? വില്ല്, ഷാള്, വില്ല്, ഷോള്, ക്യാൻ അങ്ങനെയൊക്കെ പറയുന്നില്ലേ? വില്ല്, ഷോള്, ക്യാൻ, മേ എന്നൊക്കെ പറയുന്നതിനൊപ്പം നമ്മള്
V1 ഫോം, അതായത് ഫസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ, പാസ്റ്റ് ടെൻസ് ആണ് സെന്റൻസ് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇതിന് പറഞ്ഞ നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പാസ്റ്റ് ചെയ്താ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ പറയുന്നു. പ്ലസ് നമ്മൾ എന്ത് ഉപയോഗിക്കും? V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. V1 ഫോം, അതായത് ഫസ്റ്റ് വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അതല്ല, നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സെന്റൻസ് തന്നെ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക? ഹാഡ് പ്ലസ് V3 എന്നായിരിക്കും അല്ലെ? അതായത് ഹാഡ് പ്ലസ് V3, അതായത് ഹാഡ് റിട്ടൺ എന്നൊക്കെ പറയുന്ന ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കാം. ആ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും എന്തായിരിക്കും? വുഡ്, ഷുഡ് ഹാവ്. വുഡ്, ഷുഡ് ഹാവ് എന്ന് പറയുന്ന പാസ്റ്റ് തന്നെ കേട്ടോ. വുഡ്, ഷുഡ് ഹാവ് എന്ന് പറയുന്ന സംഭവങ്ങള് പ്ലസ് എന്താണ് അവിടെ? V3 ഫോം ആണ് ഉപയോഗിക്കുക. V3 ഫോം ആണ് ഉപയോഗിക്കുക. ഇത് നന്നായി പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് 3 ടെൻസിലാണ് ഉണ്ടായിരിക്കുക: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് നമ്മുടെ ഒരു സെന്റൻസ് തന്നിരിക്കുന്ന പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മ മെയിൻ ക്ലോസിന് അവിടെ എന്ത് ഉപയോഗിക്കും? വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെയൊക്കെ പാസ്റ്റില്, വില്ലിനൊക്കെ അതിനൊക്കെ പാസ്റ്റ് ഉപയോഗിക്കും. പ്ലസ് V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് വെർബ് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണല്ലോ, പാസ്റ്റ് ഉപയോഗിക്കും. പ്ലസ് നമ്മുടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസ് നമ്മൾ എന്ത് ഉപയോഗിക്കും? V3 ഫോം ആണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ വെർബ് അതാണ് അവിടുത്തെ ലാസ്റ്റ് മാത്രമാണ്, പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമാണ് നമ്മൾ മൂന്നാമത്തെ വെർബ് ഉപയോഗിച്ചിട്ടുള്ളത്. V3 ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ഐ ഹാഡ് എ കാർ ഐ ഡേഷ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇഫ് ഐ ഹാഡ് എ കാർ വന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ അല്ലെ. ഹാഡ് പ്ലസ് V3 ഫോം ആണ് വന്നിരിക്കുന്നത്. ഹാഡ് കഴിഞ്ഞിട്ട് നമുക്ക് എ കാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നേരെ മറിച്ച് ഹാഡ് റിട്ടൺ അല്ലെങ്കിൽ നമുക്ക് V3 ഫോംസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ അതെന്താണ് മനസ്സിലാക്കണം? സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ടെൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലെ. അപ്പൊ ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞു? വുഡ് അല്ലെങ്കിൽ ഷുഡ്, കുഡ് അല്ലെങ്കിൽ മൈറ്റ് എന്നൊക്കെ പറയുന്നതിന് അപ്പൊ നമ്മൾ V1 ഫോം ആണ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ. ഇഫ് ഐ ഹാഡ് എ കാർ, മൈ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വുഡ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു അല്ലെ. നമുക്ക് വുഡ് എന്നുള്ളത് ഇവിടുന്ന് ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യാണ്. വുഡ് ഞാൻ പിക്ക് ചെയ്തു കേട്ടോ. വുഡ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡ്രോപ്പ് എന്ന് പറയുന്നല്ലേ V1 എന്ന് പറയുന്നത്. ഡ്രോപ്പ് അല്ലെ. ഡ്രോപ്പ് എന്നൊക്കെ പറയുന്നത് V2 അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ. ഹാവ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് നൽകിയിട്ട് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല അല്ലെ. നമ്മൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞു. ഡ്രോപ്പ് ആണ് V1 ഫോം എന്ന് പറയേണ്ട. വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയാലോ? അതായത് ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ എന്താണ്? വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is a synonym of the word disposition? ഡിസ്പോസിഷന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്യാരക്ടർ ആണ് വരുന്നത്. ക്യാരക്ടർ ആണ്. ഡിസ്പോസിഷന്റെ സിനോണിം എന്ന് പറയുന്നതാണ് ക്യാരക്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പൊ ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കമ്പാരിറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് 3 ഡിഗ്രീസ് ആണ് ഉള്ളത്. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ മാത്രമായിട്ട് പറയുന്നതിനാണ് പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പോസിറ്റീവ് ഡിഗ്രിയിൽ. പോസിറ്റീവ് ഡിഗ്രിയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 വസ്തുക്കൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴായിരിക്കും. 2 വസ്തുക്കൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. കമ്പാരിറ്റീവ് ഡിഗ്രി കേട്ടോ. കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 2 വ്യക്തികളെയും 2 വസ്തുക്കളെയും തമ്മിൽ താരതമ്യം ചെയ്യാം. അപ്പൊ അവിടെ കൂടുതലായിട്ട് വരുന്നത് ഏതൊക്കെയായിരിക്കും? ദാൻ എന്ന് പറയുന്നതായിരിക്കും. അവിടെ ഒരു സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ദാൻ ആണ് ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ദാൻ ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാലും നമുക്കതിൽ ഒരു ഇതൊക്കെ ഉണ്ട്, എക്സെപ്ഷൻ ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവാറുള്ള പോലെ തന്നെ
പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ എന്നിവയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടു എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് റിഫർ ടു, അതങ്ങനെ പഠിച്ചു വെക്കാം. പ്രിഫർ കഴിഞ്ഞ ടു ആയിരിക്കും, അങ്ങനെ പഠിച്ചു വെക്കാം. refer to, junior to, senior to, inferior to, superior to, anterior to, posterior to എന്നാണ് വരാം. അതായത് നമ്മൾ refer then എന്ന് പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. refer to, junior to, senior to, inferior to, superior to, anterior to, posterior to എന്നാണ് വരാം. അതങ്ങനെ അങ്ങനെ പഠിച്ചു വെക്കാം. അപ്പൊ മാത്രം അത് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ 2 വസ്തുക്കൾ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫോം ഏതാണെന്ന് വെച്ചാൽ EST എന്ന് പറയുന്ന ഫോം ആയിരിക്കും. അതായത് ടോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടോളസ്റ്റ് എന്ന് പറയും. ലാർജ് ആണെങ്കിലോ ലാർജസ്റ്റ് എന്ന് പറയും. അപ്പൊ അതാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ ഈ EST വരുന്ന സംഭവമില്ലേ, EST ടോളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതിനു മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കും? ദാ എന്നും കൂടി ഉപയോഗിക്കും. ദാന്നും കൂടി ഉപയോഗിക്കുമെന്നും പഠിച്ചിരിക്കുക. ദാന്ന് ഉപയോഗിച്ചാൽ ഇതിന് ശേഷമാണ് ലാർജസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്മോളസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞു? ദെൻ എന്തായാലും വരുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ രാജീവ് ഈസ് ടോൾ. പിന്നെ അതുപോലെ തന്നെ ഈ ആർ എന്നുള്ള ഒരു ഫോമും കൂടി വരുന്നുണ്ട്. ഈ ആർ എന്ന ഫോമും കൂടി എല്ലാത്തിലും വരുന്നതാണ്. ഈ ആർ എന്നുള്ള ഫോം കൂടി അതും പഠിച്ചു വയ്ക്കാം. നമ്മൾ എന്താണ് പറഞ്ഞത്? ധേൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആർ എന്നുള്ള ഫോം കൂടുതലായിട്ട് വരുന്നത് ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണെന്ന് കൂടെ പഠിച്ചിരിക്കാം. അപ്പൊ രാജീവ് ഈസ് ടോളർ ദെൻ all the other boys in the class. Rajiv is taller than all the other boys in the class. Next question. A group of soldiers is called. A group of soldiers എന്താ വിളിക്കുക? ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്താ വിളിക്കുന്ന? ട്രൂപ്പ്. ട്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് വെച്ചാണ് ട്രൂപ്പ്. A group of soldiers. Next question. Pick out the correctly spelled word from the following. നമുക്ക് ചോദിക്കേ, നമുക്ക് തന്നിട്ടുള്ള വേർഡ് നോക്കി നോക്കിയേ. നമ്മൾ എങ്ങനെ ജസ്റ്റ് ഒന്ന് സിൽ ഹൗട്ടെ അങ്ങനെ പഠിച്ചു വെക്കാം. നമുക്ക് കറക്റ്റ് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കാം. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിട്ടുള്ള പഠിക്കാണ്ട് നമ്മൾ എഴുതാൻ ഇതിൽ പഠിച്ചു വെക്കാം. നമുക്ക് സിൽ എന്ന് പറഞ്ഞു വന്നില്ലേ, ഒരു എല്ലോ മാത്രമാണ് വന്നിരിക്കുന്നത്. സിൽ എന്ന് പറയുമ്പോൾ ഒരു എല്ലോ മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹൗ അല്ലെ, HOUE വന്നു. അതിനുശേഷം 2 TTE അല്ലെ. സിൽ ഹൗ ടേ എന്ന് പറയുന്ന ആൻസർ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ചേഞ്ച് ഇൻടു ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിത ആസ്ക്ഡ് രമേശ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഡു യു നോ ദ ആൻസർ? നിങ്ങൾക്ക് ആൻസർ അറിയുന്നില്ലേ? ഡു യു നോ ദ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ വരാ? റിത ആസ്ക്ഡ് രമേശ് വെദർ എന്നല്ലേ വരില്ലേ? വെദർ he knew the answer. എന്നാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുന്നത്. ആസ്ക്ഡ് രമേശ് whether he knew the answer. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ഉപയോഗിക്കുക. എന്ത് കാരണമായിരിക്കും? കാരണം എന്താണ് ഇവിടെ നമുക്ക് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ വന്നിരിക്കുന്നത്. ഡു യു നോ ദ ആൻസർ? ആൻസർ അറിയോ? ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഡു യു നോ, അതുപോലെ ഡിഡിന്റ് യു, ഡസന്റ് യു അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ഉപയോഗിക്കുക. സാധാരണയായിട്ട് 6 വരാണെന്നുണ്ടെങ്കിലാണ് വെദർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ വരാണെന്നുണ്ടെങ്കിൽ ഇഫ് ഒക്കെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇഫും വെദർ ഉപയോഗിക്കുന്നതിന് ഡു യു നോ ദ ആൻസർ അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഉപയോഗിക്കുക എന്നും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കറക്റ്റ്ലി യൂസസ് ആൻ ആർട്ടിക്കിൾ? കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ്? They stayed at a hotel near the sea. എന്താണ്? They stayed at a hotel near the sea എന്ന് പറയുന്നതാണ് കറക്റ്റ് ആർട്ടിക്കിൾ, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ സബ്ജക്ട് വേർഡ് കോൺകോഡ്. കോൺകോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കേണ്ടത്. Neither he nor
ഹിസ് വൈഫ് വാസ് there എന്നാണ്. neither he nor his wife was there. neither he nor his wife was there. Next question. Choose the correct preposition to complete a sentence. I am a fond dash a music. I am fond of music കേട്ടോ. ഓഫ് മ്യൂസിക് എന്നാണ് വരാ. ഓഫ് മ്യൂസിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫേസൽ വെർബ്? തന്നിരിക്കുന്നതിൽ ഏതാണ് ഫേസൽ വെർബ്? ഏതാണ്? ലുക്ക് ഇൻ ടു എന്നാല്. ലുക്ക് ഇൻ ടു എന്ന് പറയുന്നതാണ് ഫേസൽ വെർബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് എ ജെറൻഡ്. ജെറൻഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. സീയിങ് ഈസ് ബിലീവിങ്. സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്നതാണ് കറക്റ്റ് സെന്റൻസ്. സീയിങ് ഈസ് ബിലീവിങ്. Next, which of the following is an example of a determiner? Which of the following is an example of a determiner എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ഏതാണ്? ഏതാണ്? സെവറൽ. സെവറൽ. സെവറൽ എന്ന് പറയുന്നതാണ് ഡിറ്റർമിനറിന്റെ എന്ത് പറയുന്നത് എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് ദ ഓക്സിലറി വെർബ്? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്. They have finished their duty. They have finished their duty. They have finished their duty. Next question. What are the fundamental abilities required for effective language? Effective language ന് വേണ്ട ഫണ്ടമെന്റൽ എബിലിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അക്വയറിംഗ് ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. അക്വയറിംഗ് ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രേറ്റ് ലിറ്ററസി ഓർ ആർട്ടിസ്റ്റിക് വർക്ക് ഈസ് നോൺ ആസ്. എ ഗ്രേറ്റ് ലിറ്ററസി ഓർ ആർട്ടിസ്റ്റിക് വർക്കിനെ എന്നാ പറയുന്നത് മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാം. വൺ ഓഫ് ദ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വൺ ഓഫ് ദക്ക് ശേഷം എപ്പോഴും എന്താണ് വരാ? വൺ ഓഫ് ദക്ക് ശേഷം. വൺ ഓഫ് ദക്ക് ശേഷം എപ്പോഴും വരുന്നത്. വൺ ഓഫ് ദക്ക് ശേഷം എപ്പോഴും വരുന്നത് പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമായിരിക്കും. പ്ലൂറൽ നൗൺ പ്ലൂറൽ നൗണും അതുപോലെ തന്നെ പ്ലൂറൽ നൗൺ. അപ്പൊ നോക്കിയൊക്കെ ഇവിടെ ബോയ്സ് നല്ല തന്നിരിക്കുന്നത് എന്താണ്? പ്ലൂറൽ ആണല്ലോ. എസ് കൂടി ചേർത്തിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഒരു പ്ലൂറൽ നൗൺ ആണ്. സിംഗിൾ വെർബ് ആണ് അവിടെ വരുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് ഏതാണ് സിംഗിൾ വെർബ്? നോക്കിയൊക്കെ ഈസ് ആണല്ലോ. ഈസ് ആണല്ലോ സിംഗിൾ വെർബ് എന്ന് പറയുന്നത്. ഏതാണ്? ഈസ് ആണ് സിംഗിൾ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. അത് കുറെ ഇങ്ങനത്തെ കുറെ ഇതുണ്ട് കേട്ടോ. അപ്പൊ വൺ ഓഫ് ദക്ക് ശേഷം നമ്മൾ എപ്പോഴും പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പ്ലൂറൽ നൗൺ ആണ് തന്നിരിക്കുന്നത്. ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. സിംഗുലർ വെർബ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ഈസ് ആണ്. അപ്പോ വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം എ പോലീസ്മാൻ. ക്വസ്റ്റ്യൻ കാണല്ലേ. ഐ ആം എ പോലീസ്മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ആം എ അത് കാണാണ്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഐ ആം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും R × I എന്നാണ് വരാ. R × I എന്നാണ് വരാ. ഐ ആം എന്ന് വെച്ചാൽ എന്താണ്? എന്തായാലും നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. R × I തന്നെയാണ് എപ്പോഴും ആൻസർ വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. എന്താണ് പറയുന്നത്? ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? സ്റ്റോപ്പ്ഡ്. സ്റ്റോപ്പ്ഡ്. സ്റ്റോപ്പ്ഡ് സ്മോക്കിംഗ്. ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റോപ്പ്ഡ് സ്മോക്കിംഗ്. Next question. If you start early, you dash reach in time. നോക്കിയേ ഇവിടെ തന്നിരിക്കുന്നത് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കി ആലോചിച്ചോക്കെ. ഇഫ് യു സ്റ്റാർട്ട് ഇയർലി അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്? വില്ല്, ഷോള്, ക്യാന് അതുപോലെ തന്നെ മേ പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്നതിൽ ഇഫ് യു സ്റ്റാർട്ട് ഇയർലി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. യു ഡാഷ് റീച്ച് എന്ന് പറയുന്നതാണ് V1 ഫോം ആണ്. വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? വില്ല് അല്ലെങ്കിൽ ക്യാൻ അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വില്ലാണ്. അപ്പൊ വില്ലാണ് വരുന്നത്. ഇഫ് യു സ്റ്റാർട്ട് ഇയർലി യു വിൽ റീച്ച് ഇൻ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let's not yield dash temptation. Let's not yield dash temptation എന്ന് പറയുമ്പോൾ എന്താ വരാം? Let's not yield to. Yield കഴിഞ്ഞപ്പോഴും to ആണ് ഉപയോഗിക്കുന്നത്. Yield to temptation. Next question. All the assignments should be submitted on time dash they will not be evaluated.
All the assignments should be submitted on the day. കറക്റ്റ് ടൈമിൽ വെക്കണം എന്നല്ലേ പറഞ്ഞിരിക്കേണ്ട. അതർവൈസ് എന്താ വരുന്നത് അതർവൈസ് അല്ലാന്നുണ്ടെ അല്ലാത്ത പക്ഷം they will not be validated. അല്ലാന്നുണ്ടെങ്കിൽ വാലിഡേറ്റ് ചെയ്യില്ല. Otherwise they will not be evaluated. Next question. You had better dash that music down before you dad that gets angry എന്ന് പറയുന്നത് യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വരാ ഏതാണ് വരുന്നത് യു ഹാഡ് ബെറ്ററിന് ശേഷം ടേൺ അല്ലെ ടേൺ ഫസ്റ്റ് ഫോം നോക്കിയേ യു ഹാഡ് ബെറ്റർ എന്താ വരെ ടേൺ ദാറ്റ് മ്യൂസിക് ഡൗൺ ബിഫോർ യു ഡാറ്റ് ഗെറ്റ്സ് ആംഗ്രി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷീ ടേക്സ് ആഫ്റ്റർ ഹെർ ഫാദർ the phrasal verb takes after in the given sentence means she takes after her father എന്ന് പറഞ്ഞിരിക്കുന്നത് takes after meaning എന്താണ് resembles next question I write dash every day എന്ന് പറയുമ്പോൾ എന്താ വരാം എന്താണ് ഡയറി ആണ് തന്നിരിക്കുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കണ്ടെത്തേണ്ടത് ഡയറിയുടെ സ്പെല്ലിംഗ് ഏതാണ് DIARY ആണ് DIARY ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ The synonym for cease ന്റെ synonym എന്ന് പറയുന്നതാണ് സ്റ്റോപ്പ് ആണ് സ്റ്റോപ്പ് പരിഭാഷപ്പെടുത്തുക പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ മനസാന്നിധ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ അവർ ടു eavesdrop on electronic communication. ഇതില് eavesdrops എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ചോദിച്ച സെന്റൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത് തേർഡ് ഓപ്ഷൻ ദാറ്റ് ഈസ് closest in meaning to the underlined word. ഏതാണ് വരുന്നത് ആൻസർ ഏതാ വരുന്നത് to listen secretly to a private conversation ആണ് eavesdropsന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ do you remember the passenger dash traveled yesterday without a ticket. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ എന്താ ഡു യു റിമെമ്പർ പാസഞ്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാസഞ്ചർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയേണ്ടത് അപ്പൊ അവിടെ എന്താ ആൻസർ വരാ ഹൂ എന്നല്ലേ വരാ കറക്റ്റ് ഓപ്ഷൻ പ്രൊനൗൺ ഏതാ വരാ റിലേറ്റീവ് പ്രൊനൗൺ ഏതാ വരാ ഹൂ എന്നാണ് വരാ Do you remember the passenger who traveled yesterday without a ticket? The passenger എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. Next question. Martin at a dash amount of shawarma at the party, referring to snack on vegetables. Choose the superlative form of the adjective from the options. തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത് Martin at a dash amount of shawarma at the party. Referring to snack on vegetables ആണ് പറഞ്ഞിരിക്കേണ്ടത് അപ്പൊ എന്താ വരുന്നത് ലീസ്റ്റ് മാർട്ടിൻ at the least amount of shawarma at the party referring to snack on vegetables. Next question. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. An arm and a leg എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ഫോം ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് കേട്ടോ ഐഡന്റിഫൈയുടെ മീനിങ് ഓഫ് ഇഡിയം ആണ് തന്നിരിക്കുന്നത് ഏനാമാൻഡേൽ എന്ന് പറയുന്ന ഇഡിയന്റെ മീനിങ് ഏതാണ് കറക്റ്റ് വരുന്നത് ഏതാണ് ഓക്കെ എക്സ്പെൻസീവ് എന്നാണ് വരുന്നത് എക്സ്പെൻസീവ് എന്നാണ് വരുന്നത് Pursuing a graduate degree from a reputable institution these days can cost ഏനാമാൻഡേൽ എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. Next question. Which one of the following words is an example of a common word consisting of a verb plus adverb pattern? Verb plus adverb pattern വരുന്നതാണ് തന്നിരിക്കുന്ന വേർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് വരുന്നത് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നതാണ് വെർബ് പ്ലസ് അഡ്വർബ് വരാണെങ്കിൽ ബ്രേക്ക് ത്രൂ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡേഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ് ദയർ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ദ ഡേഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ് ദയർ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കറക്റ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡിസൈൻസിന്റെ കറക്റ്റ് വേർഡ് തന്നിരിക്കുന്നത് ഏതാണ് അറിയോ ബി ആണ് ആൻസർ വരുന്നത് ഡിസെൻഡൻസ് അല്ലെ ഡിസെൻഡൻസ് DESCENDANTS. Next question. This cloth used to fed when washed dash use the most suitable question tag ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വെർബ് കണ്ടെത്തണം അല്ലെ അപ്പൊ വെർബ് കഴിഞ്ഞതാണ് വാഷ്ഡ് ആണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് അല്ലെ
വാഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പെയ്ഡ് എന്ന് പറയാം അല്ലെ. അപ്പോ വാഷ്ഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഡിഡ് എന്നല്ലേ വരാ, ഡിഡ് എന്നല്ലേ വരാ, ഡിഡ് എന്നാണ് വരാ അല്ലെ, ഡിഡ് എന്നാണ് വരാ. ഇവിടെ നമുക്ക് നെഗറ്റീവ് ഒന്നുമില്ലല്ലോ, നെഗറ്റീവ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു, ഡിഡിന്റ് എന്ന് ഉപയോഗിച്ചു, ഡിഡിന്റ് എന്ന് ഉപയോഗിച്ചു. ദ ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്തു, ക്ലോത്ത് നമ്മൾ ഇറ്റിന് കൊടുത്തു അല്ലെ, ഡിഡിന്റ് ഇറ്റ് എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരാ, ഡിഡിന്റ് ഇറ്റ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻറ്റു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, ക്ലോസ് ദ വിൻഡോ നമ്മൾ എന്താ പറയാ, ക്ലോസ് ദ വിൻഡോ ഒരു ഇതുപോലെ പറയാം, ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ് എന്നാ വരാ, ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് എന്നാണ്. പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്, ലെറ്റ് ബി ലെ ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്, ബി ക്ലോസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് dash of paper into print of students hall tickets. Fill in the blank is the most suitable collective noun from the options given. Collective noun ആണ് ചോദിച്ചിരിക്കേണ്ട. The principal ordered a dash of a paper. പേപ്പറിന് മുമ്പിൽ നമ്മളാണ് ഉപയോഗിക്കുന്നത്, എന്താ ഉപയോഗിക്കുന്നത്, റീം ഓഫ് എ പേപ്പർ എന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, റീം ഓഫ് പേപ്പർ. Next question, the manager asked Reggie, why didn't you come to the office yesterday? The manager asked Reggie complete the reported speech. Reported speechലേക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ വരാം, വൈ ആണ്, WHO ആണല്ലോ വന്നിരിക്കുന്നത്, ഹൂ ആണ് വന്നിരിക്കുന്നത്, WHO ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ WHO ക്വസ്റ്റ്യൻസ് ആയത് ഹൂ എന്താ പറയാ, ഹൂ, വാട്ട്, വിച്ച് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹൗ എന്നൊക്കെ പറയുന്ന ഇതാണല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉപയോഗിക്കുക, അവിടെ ഇങ്ങനത്തെ സെന്റൻസിൽ കണക്ടറിന്റെ ആവശ്യം വരില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയതിനു ശേഷം നമ്മൾ ബെയർ ആണ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ ആണ് തന്നിരിക്കുന്നത്, അത് എന്താണോ ആ ഫോം തന്നിരിക്കുന്നത് അത് എഴുതുക. അതിനുശേഷം അതിന് ഫസ്റ്റ് ടെൻസ് ആക്കുക അല്ലെ. തന്നിരിക്കുന്നതാണ് ദ മാനേജർ ആസ്ക്ഡ് റെജി വൈ ഡിഡ്ന്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വൈ ഷീ ഹാഡിന്റ് കം to the office the previous day. Yesterday നമ്മൾ എഴുതി previous day. അപ്പൊ ഇത്രയൊരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും 2025 ചോദിച്ച കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാനുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിനായിട്ട് വീണ്ടും കാണാം.